ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് വലിയ കമ്പ്യൂട്ടറോ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മൊബൈലൊന്നുമല്ല. ഞങ്ങൾ ചെയ്യുന്നത് മീൻ കച്ചവടമാണ്. പക്ഷെ ആ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാളെ സുബിലാൽ ഇവിടെ വിളിച്ചിരുത്തിയത് ഞങ്ങൾ ആ മീൻ കച്ചവടത്തിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ബോസ്റ്റൺ ഭൂമിക്കായിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് 1913 അവനത് ഉദ്ഘാടനം ചെയ്തോളാം. ഓ മൈ ഗോഡ്. അന്ന് നമ്മൾ എന്തെടുക്കുമായിരുന്നറിയാമോ? പുലയം 10 അടി മാറി നടക്ക്, ക്രിസ്ത്യാനി 25 മാറി നടക്ക്, ഈഴവൻ 16 അടി മാറി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമായിരുന്നു, കണക്കെടുക്കുന്ന സമയമായിരുന്നു. അവനോട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തോളാം. അതുകൊണ്ടാണ് അവൻ ലോകം ഭരിക്കുന്നത്. കമ്പ്യൂട്ടർ നേരെ സമരം ചെയ്തു. ഞാൻ ഉറപ്പിച്ച് പറയാം, അന്ന് ആ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇരു കൈ നിന്നിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ബാംഗ്ലൂരും ഹൈദരാബാദും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇരുന്നേനെ. നമ്മളിപ്പോൾ 10 ഓർഡറിന് എങ്ങനെയാണോ ക്വാളിറ്റി കൊടുക്കുന്നത്, 1000 ഓർഡർ ആയാലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് സ്കെയിൽ ചെയ്യാനായിട്ട്. ശരിക്കും ഇത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജും കൂടെ തരുന്നത്, നമുക്ക് ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്കെയിൽ ചെയ്യരുത് എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നില്ലേ? ഞങ്ങൾക്കൊരു ആപ്പുണ്ട്, ഒരു പ്രൊക്യൂർമെൻ്റ് ആപ്പുണ്ട്. ആ ആപ്പിലൂടെയാണ് അവർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഈ ആപ്പാണ് പാറ്റൻറ്റഡ് ആപ്പ്. ഈ ആപ്പ് ഞങ്ങൾക്ക് US ഗവൺമെൻറ്റിൻ്റെ പേറ്റൻ്റ് ഉള്ളതാണ്. നാളെ ഇന്ത്യൻ ജനസംഖ്യയുടെ 1%, 99 മാറ്റിവെച്ചു, 1%, 1,40,00,000 പേര് ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഞാൻ മീനും മീറ്റും കഴിക്കുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് സർവ് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ മാർക്കറ്റാണ്. ഇവിടെ ആൾക്കാർ വരട്ടെ, കോമ്പറ്റീറ്റേഴ്സ് വരട്ടെ, എല്ലാവർക്കും കൂടെ ചാൻസ് ഉണ്ട്. എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ആപ്പിളും ഹുണ്ടായും സാംസങ്ങും ഒക്കെ വരുന്നത്. അതെ അതെ അതെ. അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ മാർക്കറ്റിൻ്റെ വലിപ്പത്തെ നമ്മൾ അറിയണം. ഈ മാർക്കറ്റ് ഞാനും നിങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഉപയോഗിച്ചുകൊണ്ട് പോകും. വെൽക്കം ടു ഗ്രോ ടോക്സ്, മലയാളത്തിലെ ആദ്യത്തെ AI പവേർഡ് പോഡ്കാസ്റ്റ് ചാനൽ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് വളരെയധികം സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗ്ലോബൽ ബ്രാൻഡായി മാറിയ ഫ്രഷ് ടു ഹോമിൻ്റെ ഫൗണ്ടർ ശ്രീ മാത്യു ജോസഫ്. സാറിന് നമ്മളുടെ അടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ന്യൂ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സാറിനോട് ചോദിക്കാൻ പോകുന്നത്. ഒന്ന്, ജേർണി ഓഫ് ഫ്രഷ് ടു ഹോം. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ജേർണി ഓഫ് ഫ്രഷ് ടു ഹോം. ബട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പുതിയതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഫ്രഷ് ടു ഹോം ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നോ കേരളത്തിലുള്ള ഒരു സംരംഭകന് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗ്രോ അവർ സ്റ്റേറ്റ്. വി നീഡ് ടു ബ്രിങ് ക്യാഷ് ഫ്ലോ. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ് ആണ്, US സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് നമുക്കറിയില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത് ഞാൻ കേൾക്കുന്നത്, നിങ്ങളും കേൾക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, എങ്ങനെയാണ് ആ ഫ്രഷ് ടു ഹോമിൻ്റെ ജേണി നടന്നതും അതുപോലെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്തെല്ലാം ഇൻസ്പിറേഷൻസ് എടുക്കാനായിട്ട് സാധിക്കും, പ്ലസ് ഹൗ വി ക്യാൻ ഗോ ഗ്ലോബൽ. Sir, welcome to Grow Talks. Thank you, Dr. First of all, sir, thank you for giving us this time, valuable time. നമുക്കറിയാം സാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഒരുപാട് സെഷൻസ് ചെയ്യുന്ന ആളാണ്, പ്ലസ് ബിസിനസ്സിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ടൈം മാറ്റി വെച്ചതിന് നന്ദി. സർ, ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഫ്രഷ് ടു ഹോമിൻ്റെ ആ ഒരു ജേണിയാണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിനെ വേറൊരു തലങ്ങളിലേക്ക് മാറ്റിയത്, എങ്ങനെ സ്കെയിലബിലിറ്റിയിൽ സപ്പോർട്ട് ചെയ്തു, ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്, എങ്ങനെയാണ് അത് ഓപ്പറേഷൻസിൽ ഇൻഡ്യൂസ് ചെയ്തത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ കൂടുതലും ഫ്രഷ് ടു ഹോമിൻ്റെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഇനിയിപ്പോൾ ഫ്രഷ് ടു ഹോം മാത്രമല്ല, നമ്മളിനി ഏത് ബിസിനസ്സിൽ ഇറങ്ങി ഏത് ബിസിനസ് വിജയിക്കണമെങ്കിലും നമ്മൾ എത്രത്തോളം ടെക്നോളജി നിങ്ങളുടെ ബിസിനസ്സുള്ളിലേക്ക് കൊണ്ടുവരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വളരാനും ഗ്ലോബലി മറ്റുള്ളവരെ അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. യെസ്. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ചില ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർക്ക് ഇപ്പോഴും അതിനോടത്ര, ഞാനടക്കം ആദ്യങ്ങളിൽ ഉണ്ടായിരുന്നൊരു മനസ്സുണ്ട് അല്ലേ, അതിനോടുള്ളൊരു വിമുഖതയുണ്ട്, അല്ല അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പിന്നെയുള്ളത് ടെക്നോളജി കൂടുതൽ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും എന്നൊരു പഴയ ചിന്താഗതിയാണ് രാഷ്ട്രീയപരമായൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ടെക്നോളജി ഇല്ലാതെ ഇനി ഈ ലോകത്തൊന്നിനും പിടിച്ചു നിൽക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായാൽ തന്നെ നമ്മളിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. യെസ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് വലിയ കമ്പ്യൂട്ടറോ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മൊബൈലൊന്നുമല്ല. ഞങ്ങൾ ചെയ്യുന്നത് മീൻ കച്ചവടമാണ്. പക്ഷെ ആ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാളെ സുബിലാൽ ഇവിടെ വിളിച്ചിരുത്തിയത് ഞങ്ങൾ ആ മീൻ കച്ചവടത്തിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതെ. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് എല്ലാ മേഖലകളിലും, ഏത് ബിസിനസ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് ടെക്നോളജി കൊണ്ടുവന്നാൽ അതിൻ്റെ നിറം മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം.
അതിന് ഇന്നത്തെ കാലത്തിന് യോജിച്ചതെന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് മാക്സിമം ടെക്നോളജിയെ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. യെസ് സാർ, ഈ ഒരു C2 ഹോം ആണ് സാർ തുടങ്ങിയ ഫസ്റ്റ് ബിസിനസ് അല്ലേ? അവിടുന്ന് ഫ്രഷ് ടു ഹോമിലേക്ക് മാറുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ടെക്നോളജി ട്രാൻസ്ഫോർമേഷനാണ്. പ്ലസ് കുറച്ച് പാർട്ട്നേഴ്സും ഇൻവെസ്റ്റേഴ്സും ഓപ്പറേഷൻ മോഡൽ മാർക്കറ്റൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് പ്രൊഡക്റ്റ് റിമെയിൻ സെയിം. ഒരു C2 ഹോം ഫ്രഷ് ഹോം കൂടി തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആപ്പും ഓൺലൈനിൽ കൂടി വിറ്റതൊക്കെ C2 ഹോം തന്നെ ചെയ്തതാണ്. ഓക്കെ. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് C2 ഹോം ആയിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു. ഫ്രഷ് ടു ഹോം അതല്ല. ഇന്നിപ്പോൾ നിങ്ങൾ എന്നോട് വിളിച്ചിരുത്തിയത് ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു ബ്രാൻഡും ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു മുഴുപ്പൊക്കെ കണ്ടിട്ടാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നിങ്ങൾ മാത്യു ജോസഫിന് മാത്രം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങളുടെ ടീമിനുള്ളതാണ്. ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഇന്ന് കാണുന്ന ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത്. എൻ്റെ കോ ഫൗണ്ടേഴ്സ് എല്ലാവരും ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും കോർപ്പറേറ്റുകളാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ മാത്രമേ മാർക്കറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മാർക്കറ്റും കോർപ്പറേറ്റും കൂടി എപ്പോഴാണോ കണ്ടുമുട്ടിയത് അപ്പോഴാണ് ഫ്രഷ് ടു ഹോം ഉണ്ടായത്. ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല, അത് വേറെ ആർക്കോ ചെയ്യാനുള്ളതാണ് എന്ന രീതിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്താണോ പോരായ്മ, ആ പോരായ്മയ്ക്കകത്തേക്ക് ആ പോരായ്മയെ റെക്ടിഫൈ ചെയ്യുന്ന, അല്ല അതിനെ മാറ്റി എടുക്കാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ കഴിവ്. യെസ്. ഇപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും കോ ഫൗണ്ടേഴ്സ് എല്ലാവരും ടെക്കാണ്. അവരൊറ്റയ്ക്ക് നിന്നില്ല, അവരെങ്കിലും വലിയ ടെക് കമ്പനിയുടെ ഇന്ത്യൻ CEO ഒക്കെ ആയിട്ട് അവരന്നും അങ്ങനെയായിരുന്നു, ഇന്നും അതിലും വലിയ കമ്പനികളുടെ CEO ആയി മാറിയാണ്. ഞാനിപ്പുറത്ത് നിന്നിരുന്നെങ്കിൽ ഞാൻ C2 ഹോമായി പോയി വേണമെങ്കിൽ ഒരു ടെക് അറിയാവുന്ന ഒരാളെ പാർട്ണറാക്കി ഒരു ചെറിയ രീതിയിൽ പോയേനെ. പക്ഷേ നമ്മളുടെ ഒരു സ്വപ്നം വലുതാകണമെങ്കിൽ നമ്മൾ ആരെയാണോ എൻ്റെ കൂടെ കൂട്ടേണ്ടത്, ആരെയാണോ നമ്മൾക്ക് ചേരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, ഇവിടെ പലപ്പോഴും പല സംരംഭകർ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചും കൂടിയാണത്. കാരണം റോങ് പേഴ്സൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉള്ള ബിസിനസ്സും കൂടെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിന്ന് വരും. ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ സാറ് പറഞ്ഞു C2 ഹോം ഈവൻ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫ്രഷ് ടു ഹോമിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ത്രെഡ് എന്തായിരുന്നു? ആ ഇൻസ്പിരേഷൻ എന്തായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, C2 ഹോം ഞാൻ അറിയാതെ വളർന്നു. ഓക്കെ. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഓർഡറുകൾ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടെക്നോളജി എനിക്ക് ഇപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാരും പത്രങ്ങളും മാഗസിൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. മലയാള മനോരമ തിരുവനന്തപുരത്ത് ഒരു ദിവസം എൻ്റെ ഒരു കഥ അടിച്ചു വന്ന് അന്ന് രാവിലെ 11 മണിയായപ്പോഴാണ് എൻ്റെ C2 ഹോം സൈറ്റ് ക്രാഷായി. 1000-ലധികം ആൾക്കാർ ഒന്നിച്ച് കയറി സൈറ്റ് ക്രാഷായിപ്പോയി. ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് 1000 പേര് കയറിയൊക്കെ താൻ എന്ത് കോപ്പാടോന്ന് വേണേൽ ചോദിക്കാം. നിങ്ങളിത് അറിയേണ്ടത് ഞാനിത് 2012 കാര്യമാണ്. അന്നൊരു പക്ഷേ എൻ്റെ കയ്യിലില്ല, ആൾക്കാരെ കാണുമായിരിക്കും. ലാപ്ടോപ്പ് പോലും ഒരു സാധാരണ മനുഷ്യൻ്റെ കയ്യിലുള്ള അതായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൊബൈൽ നമ്മുടെ കൈകളിലായിട്ടില്ലാത്തൊരു കാലമാണ്. അന്നാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം വീണ്ടും ഞാൻ എല്ലാത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ തുറന്നു തന്നു. പക്ഷേ പിന്നെ ഒരു 100 പേര് 150 പേര് കഴിയുമ്പോഴേ പൊട്ടാൻ തുടങ്ങി. അവസാനം ഞാനൊരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്തു, ടെമ്പററി ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്തിട്ട് C2 ഹോം അടച്ചു പൂട്ടി. അപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ കോ ഫൗണ്ടേഴ്സായ എല്ലാവരും, അതിൽ പ്രധാനിയാണ് ഷാൻ കടവിലാണ്. ഷാൻ എന്നെ വിളിക്കുന്നു, മാത്യു എന്താണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷാനൊക്കെ C2 ഹോമിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നുവെന്ന്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും എൻ്റെ ഒരു കുഴപ്പമല്ലേ. എൻ്റെ കമ്പനിയിലെ ഡാറ്റയുണ്ട് ഇവരൊക്കെ ആണെന്ന്, പക്ഷേ ആ ഡാറ്റയൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല, ആരാണെന്നറിയാം. അതാണ് ഒരു കോർപ്പറേറ്റ് അല്ലാത്തതിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയാം. പക്ഷേ ഇന്ന് ഫ്രഷ് ടു ഹോമിൽ സച്ചിൻ ടെണ്ടുൽക്കറും പ്രീതി സിൻഡറൊക്കെ ഞങ്ങളുടെ കസ്റ്റമറാണ്. അപ്പോൾ അവർ വാങ്ങുന്നുണ്ടെന്നും അവരെടുക്കുന്നുണ്ടെന്നും അവരെത്ര ദിവസം എടുത്തിട്ട് ഇതെല്ലാം ഞങ്ങൾ ഡാറ്റ വെച്ച് ഞങ്ങളെ ഫീഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ അന്നും എനിക്ക് വേണേൽ ഡാറ്റ പഠിക്കായിരുന്നു. പക്ഷെ അത് എൻ്റെ അറിവില്ലായ്മയാണ്. ഞാനൊരു കോർപ്പറേറ്റ് അല്ലാത്തത് കൊണ്ട്, ഒരു നാടൻ ബിസിനസ്സുകാരൻ നിലയിൽ നമ്മൾ ഡാറ്റ പഠിക്കുന്നൊരു സ്വഭാവം ഇല്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കത് അറിയാതെ പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാനും ഷാനും ഞങ്ങൾ ടീമെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഞങ്ങൾ ഈ C2 ഹോം ആയിരുന്നപ്പോൾ മീൻ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് C2 കടലിൽ നിന്ന് വീട്ടിലേക്ക് എന്നുള്ള അർത്ഥപേരുണ്ടായിരുന്നു. ഞങ്ങൾ കൂടിയപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് മീറ്റും ചിക്കനും ഒക്കെ കയറ്റി അങ്ങനെയാണ് C എടുത്ത് മാറ്റിയിട്ട് അവിടെ ഫ്രഷ് ഉണ്ടായത്. അങ്ങനെയാണ് ഫ്രഷ് ടു ഹോം ഉണ്ടായത്. അത് നല്ലൊരു ബ്രാൻഡിങ് ട്രാൻസിഷൻ കൂടിയായിരുന്നു അത്. അതെ, ഉറപ്പായിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്നതല്ല, ഒരു ടീം ഉണ്ടായി എന്നതാണ് എൻ്റെ പേഴ്സണലി എനിക്കത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ടീം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും അല്ലെങ്കിൽ അതിൻ്റെ വിജയവും
ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. അതെ 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 മനസ്സിലായി. ഒറ്റയ്ക്ക് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന്, അന്നേരം എനിക്കുണ്ടായ പരാജയങ്ങൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു ടീം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ്, അതിന് അതിൻ്റേതായ ദോഷങ്ങളില്ലെന്ന് പറയുന്നില്ല, എല്ലാം ഒന്നുണ്ടാകും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, ഇനി നിങ്ങൾ ബിസിനസ്സിന് ഇറങ്ങാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ടീമിനെ ആദ്യം ബില്ലേഴ്സ്, ഒരു ടീം വർക്കായിട്ട് നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകാവൂ. കാരണം പണ്ട് നമ്മൾ ബിസിനസ് ചെയ്തിരുന്നതിൽ ഒരു കടയോ രണ്ട് കട, അതിനപ്പുറം നമുക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്തില്ലായിരുന്നു. ഇന്ന് പക്ഷേ കാലം മാറി. നിങ്ങൾക്ക് ലോകം മുഴുവൻ പറന്ന് നടന്ന് കച്ചവടം ചെയ്യാൻ എല്ലാ സാഹചര്യവും ഉണ്ട്. അതിന് നിങ്ങൾക്ക് ടീമിന് വേണം. ആ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റും. അതെ, ശരിക്ക് ഇപ്പോൾ സാറ് ഡാറ്റ എന്ന് പറഞ്ഞു. ഈ ഡാറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതായത് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് കസ്റ്റമർ ഡാറ്റയാണ്, കസ്റ്റമർ ബേസ് ആണ് അല്ലേ. ഈ കസ്റ്റമർ ഡാറ്റയാണ് നമുക്ക് ഫീഡ് തരുന്നത് എന്തൊക്കെ ഡിസിഷൻസ് ഫ്യൂച്ചറിലേക്ക് എടുക്കണം എന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ പല സംരംഭകരും അത് നോക്കുന്നുകൂടിയില്ല, അതിനെ അനലൈസ് ചെയ്യുന്നില്ല. ശരിക്ക് ഡാറ്റ പറയുന്നതാണ് ബിസിനസ്, നമ്മൾ അസ്യൂം ചെയ്യുന്നതല്ല ബിസിനസ്. അതിവിടെ പലരും ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരിക്കും അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തെന്ന ടീമും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാറിൻ്റെ കേസിൽ ഞാൻ കണ്ടത് ഫസ്റ്റ് പെയിനെല്ലാം സാർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഗോ ടു മാർക്കറ്റ്, പ്രൊഡക്റ്റ്, മാർക്കറ്റ് ഫിറ്റ്, മാർക്കറ്റിൻ്റെ റെസ്പോൺസ്, ഗ്രോത്ത്, ഇതെല്ലാം ഓൾറെഡി കഴിഞ്ഞു. ഒരു പോയിൻ്റ് എത്തിയപ്പോൾ സാറിന് മനസ്സിലായി ഇനി അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം എന്നുള്ളത്. പക്ഷേ പല സംരംഭകരും അത് കഴിഞ്ഞാതെയാണ് ഒരു ഡിസിഷൻ പോയിന്റിൽ നിൽക്കുന്നത്. പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് യു ഡിഡ് ദി എൻറ്റയർ ഹോംവർക്ക്. അവിടെ യു ആർ ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ, ഡിസ്കഷൻസ്, പ്ലാൻസ്, ഗെറ്റിംഗ് ഇറ്റ് എക്സിക്യൂട്ടഡ്. ഇത് ഐ തിങ്ക് വളരെ റെയറായിട്ട് തന്നെ സംഭവിക്കുന്നൊരു സിനാരിയോ ആണ്. ബട്ട് എഗൈൻ അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അല്ലേ. പൊതുവേ നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മളൊരു സാധനം തുടങ്ങിയാലേ 100% എനിക്ക് തന്നെ വേണം എന്നൊരു ചിന്ത ഒരാളുമായി പങ്കുവയ്ക്കാനുള്ള നമ്മുടെ ഒരു മടിയുണ്ട്. അതെ അല്ലേ? നോക്കിയോ, എല്ലായിടത്തും നോക്കിയോ, നമ്മൾ അങ്ങനെയാണ് എപ്പോഴും. പക്ഷേ നമ്മളൊരു ബിസിനസ് അല്ല ലാഭം എന്നതിനപ്പുറത്ത് ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. ഞാൻ കൊണ്ടുവന്നൊരു ഐഡിയ, ലോകത്തിൽ ആദ്യമായിട്ട് ഐഡിയ ആണെന്നൊക്കെ ഞാൻ ഫോബ്സ് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോൾ അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടൊരു ഐഡിയ ആയ എൻ്റെ ഒരു ഐഡിയയെ ലോകം അറിയണ്ടേ. അതെ, അല്ലാതെ ഞാൻ മാത്രമേ ഇതറിഞ്ഞ് കേരളത്തിൽ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ലോകം ഇതറിയണം, എന്നിട്ട് ലോകം പറയണം ഈ ഐഡിയ ഇന്നാൾ കൊണ്ടുവന്നതാണെന്ന്. എന്നെ സംബന്ധിച്ചൊരു ബിസിനസ്സുകാരെന്നില്ല എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനവാനായ ബിസിനസ്സുകാരനാണെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. പക്ഷേ എനിക്ക് ഇന്ത്യയിലല്ല ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത്. ചിലവർക്ക് അതായിരിക്കില്ല, ചിലർക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനവാനാകണമെന്ന് ആഗ്രഹമായിരിക്കും. അവർക്കൊരു പക്ഷേ ഞാൻ പറയുന്ന വഴിയെ സഞ്ചരിച്ചാൽ അത് ശരിയാകില്ലായിരിക്കും. എൻ്റെ ലൈനിലുള്ളവർക്ക് ഞാൻ പോകുന്ന വഴിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ സ്വപ്നത്തെ വലുതാക്കണം, എൻ്റെ സ്വപ്നം ലോകം അറിയണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂടിച്ചേരാനും ഇവരെല്ലാവരും ചേർക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നത്. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഞാനും ഷാനും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾ രണ്ടും തമ്മിലോ ഞങ്ങൾ കോഫൗണ്ടേഴ്സ് തമ്മിലോ ഒരു റൈറ്റിംഗ് ഉള്ള യാതൊരു എഗ്രിമെൻറ്റും ഇല്ല. ഇന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ ചില അവൻ വരെ തള്ളുവാന്ന് വേണേൽ പറയാം. ഒരു എഗ്രിമെൻറ്റും ഇല്ല. ഞാൻ പോകുന്നത് എൻ്റെ സ്വപ്നം പറക്കുമെന്ന്. അതാണ് എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക് നിരുന്നെങ്കിൽ ഇത് എവിടെ എത്തിയേനെ. എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഇന്ന് കാണുന്ന ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം എൻ്റെ മാത്രം വിജയമല്ല, ഈ ടീമിൻ്റെ മൊത്തം വിജയമാണ്. ആ ടീമെല്ലാം അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയത്. സർ, ആ ഒരു മെർജിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? സി2 ഹോം അക്വയർ ചെയ്യപ്പെട്ടോ? എങ്ങനെയാണ് ഷിഫ്റ്റ്? സി2 ഹോമായിട്ട് തന്നെയാണ് നിർത്തിയത്. എന്നിട്ട് സി2 ഹോമിലേക്ക് ഷാൻ ഒരു ഏഞ്ചൽ ഫണ്ടിങ് കൊണ്ടുവരുവാണ് ചെയ്തത്. ഓക്കെ. എന്നിട്ടാണ് ഞങ്ങൾ സി2 ഹോമിൻ്റെ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചത്. സി2 ഹോം ഉണ്ടായിരുന്ന ഫാക്ടറിയിൽ തന്നെയാണ് എല്ലാം പ്രോസസ്സ് ചെയ്തത്. സി2 ഹോം പോയ വഴി കൂടി തന്നെയാണ് പോയത്. പിന്നീട് ഞങ്ങളുടെ ഗ്രോത്തിൻ്റെ ഘട്ടത്തിലാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഫാക്ടറികൾ ഇട്ടിട്ട് വന്നത്. ഓക്കെ. പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നോ ആദ്യമേ തന്നെ? അല്ല, സി2 ഹോം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു. ഷാൻ അതിനകത്ത് ഡയറക്ടറായി മാറി. ഞങ്ങൾ എന്നിട്ട് ആ കമ്പനിയെ മാറ്റിയിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിന് എക്സിസ്റ്റിംഗ് എല്ലാ അസറ്റും ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് മാറ്റി. നമ്മളൊരു ഇപ്പോൾ ഞാൻ അടുത്തൊരു നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കും കൂടെ മെർജ് ചെയ്ത് പോവാണ്. ഇപ്പോൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന കമ്പനി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഐ തിങ്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആണല്ലേ? ഞങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഫൗണ്ടേഷൻ മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് മേഖലയിൽ. എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇവിടെയുള്ള നാട്ടിലെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ എന്നോട് ദേഷ്യപ്പെടുമെന്ന് അറിയില്ല. ഈ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർക്ക് എല്ലാവർക്കും, അല്ല നമ്മുടെ ഫിനാൻസ് നോക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോഴും അവരെല്ലാവരും ഒരു പഴയ ലോകത്താണ് ജീവിക്കുന്നത്. മനസ്സിലായോ?
ഒരു കമ്പനിയുടെ ഫണ്ടിങ് അല്ലെങ്കിൽ വാല്യുവേഷൻ പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട്, എന്ത് ബിൽഡിംഗ് ഉണ്ട്, ഒന്നുമില്ല സാർ, പിന്നെ എന്ത് വാല്യുവേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി? ആ കാലമൊക്കെ മാറിപ്പോയി. വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായുള്ള ഏരിയയും നല്ല പറമ്പും ബിൽഡിങ്ങും ഒന്നും അല്ല. അതിനും അപ്പുറത്തുള്ള നമ്മുടെയൊക്കെ കുട്ടികളുടെ ബൗദ്ധിക തലങ്ങൾക്കും അവരുടെ കഴിവുകൾക്കും അവരുടെ ബുദ്ധിപരമായതിനൊക്കെയാണ് വാല്യുവേഷൻ വരുന്നത്. അതൊന്നും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായി, പക്ഷേ ഇപ്പോൾ പുതിയ പിള്ളേർ വരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് ഏറ്റവും ഇന്ത്യയിൽ നന്നായി ഫീഡ് ചെയ്യാൻ പറ്റുന്നതും കിട്ടുന്നതും അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതും ബാംഗ്ലൂരിലാണ് കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരം ഒരു അത് അവരെ കുറ്റം വേണ്ട കാര്യമില്ല. അവർ കണ്ടു വളരുന്നതും ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് അത് അവർക്ക് അങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളായിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ആൾക്കാരും നമ്മുടെ ചിന്താഗതികളും ഇപ്പോഴും ലോകത്തിൻ്റെ പോകുന്ന വഴിയിൽ നിന്ന് ഒത്തിരി പുറകിലാണ്. പക്ഷേ ഈ അടുത്തൊരു കാലത്തായിട്ട് കുറേ സ്പീഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു പക്ഷേ അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാവരുടെ ഒപ്പത്തിനെത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായി ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സമരം ചെയ്തു. രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ നേരെ സമരം ചെയ്തു. ഞാൻ ഉറപ്പിച്ച് പറയാം, എന്നാൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇരു കൈ നിന്നിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ബാംഗ്ലൂരും ഹൈദരാബാദും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇരുന്നേനെ. ഇല്ലേ? ബാംഗ്ലൂർ പൊക്കോ, ബാംഗ്ലൂർ IT കമ്പനി വർക്ക് ചെയ്യുന്നത് 50% പിള്ളേർ മലയാളികളാണ്. ഹൈദരാബാദിലും അത് തന്നെ. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളവരെ. അപ്പോൾ അതൊക്കെ നമ്മൾ ലോകത്തിന് മുന്നേ സഞ്ചരിക്കാതെ എല്ലാ പുരോഗതികളും നമ്മളെ എന്തോ പുറകോട്ട് വലിക്കാനാണെന്ന ധാരണയിൽ നമ്മൾ പെരുമാറിയതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അതിനകത്ത് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാകും, രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങളുണ്ടാകും. ഇതൊന്നും ഇതിനകത്ത് അത് പക്ഷേ ആ വൈരാഗ്യങ്ങളും ആ നേട്ടങ്ങളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തെ പുറകോട്ട് വലിക്കുന്നതായിട്ട് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളായതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം നാട് വിട്ടു പോകാൻ തുടങ്ങിയത്. ലോകത്തെ അവൻ അറിയുന്നുണ്ട്, ഓരോ ദിവസവും ലോകത്ത് നടക്കുന്നത് നമ്മുടെ യുവത്വം അറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ട് രക്ഷയില്ല, ഇവിടെ ഒന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലേ, എനിക്ക് ലോകത്തിനൊപ്പം ജീവിക്കണം, എനിക്ക് ലോകത്തിൻ്റെ സൗകര്യങ്ങളോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തൻ സ്വാഭാവികമായിട്ടും നാട് വിടും. അത് നാച്ചുറൽ അല്ലേ? സർ, ആ മാറ്റം നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കില്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിലും ഗവൺമെൻറ്റിലും അതുപോലുള്ള മറ്റ് ഗവൺമെൻറ് അതോറിറ്റികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിന്താഗതിയിലൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അത് നല്ല നാളെ നമുക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെയും ഇതിനേക്കാൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫ്രഷ് ടു ഹോമിന് ടെക്നിക്കൽ ടീം ബാംഗ്ലൂരാണ് ഇരിക്കുന്നത്. അതെ. ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടോ? ഞങ്ങൾ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ കോഴിക്കോട് ഞങ്ങൾ പുതിയ കുട്ടികളെടുത്ത് ട്രെയിൻ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിൽ നമ്മൾ മലയാളികളുടെ ഒരു എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ബാംഗ്ലൂർ എൻജിനീയറിംഗ് പഠിച്ചു വരുന്ന പയ്യൻ്റെ മുമ്പിൽ കേരളത്തിൽ എൻജിനീയറിംഗ് പഠിച്ചു വരുന്ന പയ്യന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതെന്താണ്? ഒന്ന് അവന് ആ ഒരു അവരുടെ ഒരു തുറവ് ഒരിതുണ്ടല്ലോ, അത് ആ ഒരു ലോകത്തിൻ്റെ ഒരു മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ വരുന്നില്ല. ചെറിയ ഉദാഹരണം പറയാം, കേരളത്തിലൊരു സർവകലാശാല ഇപ്പോഴാണ് മാറ്റുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം 2 വർഷം മുമ്പ് ഞാൻ ചെന്നപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടുത്തെ MBA സിലബസ് മാറിയിട്ടില്ല. എന്ത് ആ കുട്ടികൾ എന്ത് പഠിച്ചിട്ട് പുറത്തിറങ്ങാൻ? 8 വർഷം മുമ്പുണ്ടായ സിലബസ് എന്ത് പഠിച്ചിട്ടൊരു പുറത്തിറങ്ങും? ഒന്നും വേണ്ട, ഗൂഗിൾ പേ ഉണ്ടായിരുന്നു 8 വർഷം മുമ്പ്. എന്തെല്ലാം മാറ്റങ്ങളിൽ ലോകത്തുണ്ട്. AI വന്നില്ലേ? ഇതൊക്കെ ഓരോ ദിവസം മാറണവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അവർ പുറത്തിറങ്ങിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ChatGPT ഉണ്ടായിരുന്ന ഇത്. അപ്പം നമ്മൾ ചെയ്യേണ്ട, നമ്മളതൊക്കെ ആ മാറ്റങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണ്ടേ? അല്ലാതെ നീ ഞങ്ങൾ 8 വർഷം മുമ്പ് ഞങ്ങൾ എഴുതി വെച്ച് നീ പഠിച്ചാൽ മതി എന്ന് പറയുന്ന നമ്മളൊരു അതിനെ ആരെയും കുറ്റപ്പെടുത്തുമല്ല. നമ്മുടെ സിസ്റ്റം അതായിരിക്കും. അതൊക്കെ മാറണമെന്ന്, അതൊക്കെ പൊളിച്ചെഴുതണം. അല്ലാണ്ട് നമ്മുടെ കുട്ടികൾക്ക് ലോകത്തിൻ്റെ ഒപ്പം പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളി കുട്ടികളെ ഞങ്ങൾ IT കമ്പ്യൂട്ടർ റെഡിയാകുന്ന പിള്ളേരെ കുറച്ചുപേർ എടുത്തിട്ട് ഞങ്ങൾ കോഴിക്കോട് സെൻറ്ററിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ട്രെയിനിങ് കഴിയുമ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും അവന് ചോദിച്ച ഏത് പോസ്റ്റാണ് അങ്ങോട്ട് മാറ്റും. നമ്മൾ അതിൽ നിന്ന് അക്യൂർ ചെയ്യും. അതെ, നമ്മൾ തന്നെ അക്യൂർ ചെയ്യും. സാർ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, ടെക്നിക്കൽ ടീമിനൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഇത് ഡിജിറ്റലൈസ് ചെയ്ത സമയത്ത് നമ്മളുടെ മെയിൻ ഡിമാൻഡ് സപ്ലൈ മീറ്റ് ചെയ്തിരുന്നത് കേരളത്തിലെ തുറമുഖങ്ങളിൽ നിന്നായിരുന്നു ഇനീഷ്യലി. അപ്പോൾ ഈ ട്രാൻസിഷനുള്ള, അതായത് നമ്മൾ വിറ്റുകൊണ്ടിരുന്ന മീൻ ജനങ്ങൾ ഡിജിറ്റലായിട്ട് വാങ്ങുന്ന ഒരു സിനാരിയോയിലേക്ക് മാറിയില്ലേ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഞാനിങ്ങനെ ഓരോ ദിവസവും അനുഭവിച്ച ആളാണ്. ഞാൻ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമനെന്നറിയാം, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും എന്ന് ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു. 2012 ഇത് ഞാൻ പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ കൂടി മീനാ. ഇപ്പം വേണേൽ കേൾക്കുന്ന കുട്ടികൾക്ക് ഒരു ചിരി വരും. അതായിരുന്നു ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം.
ഓരോരുത്തരെയും പോയി കണ്ട് ഇരുന്ന് അവരുടെ ലാപ്ടോപ്പൊന്നും ഇല്ല, അവരുടെ ഡെസ്ക്ടോപ്പിലെ വലിയ കമ്പ്യൂട്ടറിനകത്ത് കാണിച്ചു കൊടുക്കണം, ഇവിടെ കുത്ത് അവിടെ കുത്ത് ഇങ്ങനെ. കാരണം എനിക്കൊന്നും ആപ്പില്ല, ഞങ്ങളും ഇതിനകത്ത് കൂടിയാണ്, വെബ്സൈറ്റ് തുറന്ന് അതിനകത്ത് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ് അന്നുണ്ടായിരുന്നത് ഏറ്റവും വലുത്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് മീനും മീറ്റൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ തൊട്ടും കണ്ടും മേടിച്ചാലേ നന്നാവൂ എന്നൊരു ബോധ്യമുള്ളൊരു ജനത കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ജനതയുടെ ഇടയിലേക്ക് നോക്കണ്ടേ കാണണ്ട, നിങ്ങൾ തൊട്ടും നോക്കണ്ട, കാണുകയും വേണ്ട, മണക്കുകയും വേണ്ട, ഞങ്ങൾ നല്ലത് തന്നോളാം എന്ന് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടവർ. ആ അക്സെപ്റ്റൻസിൻ്റെ ശതമാനം ഭയങ്കര കുറവായിരുന്നു. അതായിരുന്നു ഞാനന്ന് അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ വിഷമം. പക്ഷേ ഞാനിപ്പോഴും അഭിമാനത്തോടെ പറയണം, അന്ന് എൻ്റെ നിന്ന് തുടങ്ങിയവർ, അത് വാങ്ങി തുടങ്ങിയവർ പിന്നെ എൻ്റെ നിന്ന് വിട്ടു പോയിട്ടില്ല. അതാണ് അവർ അങ്ങനെ വാങ്ങി ആദ്യത്തെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം റിസ്ക് എടുത്തായിരിക്കും, പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ മാർക്കറ്റിൽ പോയി തൊട്ടും കണ്ടും മേടിക്കുന്നതിൽ നല്ലതാണ് എനിക്കിവിടെ കിട്ടുന്നത് എന്നൊരു ബോധ്യം, ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് സീറ്റ് ഹോമിന്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ആസ്പെക്റ്റിൽ പറയുമ്പോൾ നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ ഹ്യൂജ് ആണല്ലേ, ഒരു പുതിയ കസ്റ്റമറെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ലോകത്ത് നമുക്കൊരു പുതിയ കസ്റ്റമർ ബേസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കിയാലും അതിപ്പോൾ ഫ്രഷ് ഹോം ആയാലും ഏത് കമ്പനിയായാലും അതൊരു വലിയ ചിലവ് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ പൈസ മുടക്കിയാലും ഏറ്റവും ശക്തമായ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മൗത്ത് ടു മൗത്താണ്. ഒരു അമിതാഭ് ബച്ചനോ ഞങ്ങളുടെ രൺവീർ സിംഗോ ഇരുന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് സുബിലാലിൻ്റെ സുഹൃത്തിനോട് അനുഭവിച്ചിട്ട് പറയുന്നത്. അല്ലേ? ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ രൺവീർ സിംഗ് ഒരു പരസ്യക്കാർ പറയുമ്പോൾ ആൾക്കാർക്കുണ്ടാവുന്നതിൽ കൂടുതൽ വിശ്വസ്തതയും കൂടുതൽ ആധികാരികതയും സുബിലാൽ സ്വന്തം കഴിച്ചു നോക്കിയിട്ട് സ്വന്തം ഫ്രണ്ടിനോട് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഇത്രയും വേറെ ഒന്നും കിട്ടിയില്ല. ആ ഒരു മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് ആയിരുന്നു സീറ്റ് ഹോമിനെ ഞാൻ അറിയാതെ തന്നെ വളർത്തിയത്. പക്ഷേ ആ മൗത്ത് മൗത്ത് വേണമെങ്കിൽ എന്ത് വേണം, നമ്മളെ ക്വാളിറ്റിയെ നമ്മൾ വിട്ട് കളിക്കും. അതെ, ഇപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഒരാൾ കൊണ്ടുവന്നാലും അത് റീറ്റൻഷനാണ് നമുക്ക് തിരിച്ചു തരുന്ന ഒരു ഭയങ്കര. അപ്പോൾ ഇന്ത്യയിലെ ഓൺലൈൻ കമ്പനികളെല്ലാത്തിൻ്റെയും ഡാറ്റ ഞങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ റീറ്റൻഷൻ പെർസെൻറ്റേജ് ഉള്ളത് ഫ്രഷ് ഹോമിലാണ്. അത് ഞങ്ങളുടെ ആരും ഉൾക്കൊണ്ടല്ല, നമ്മുടെ ക്വാളിറ്റിയിൽ നമ്മുടെ സർവീസിലും അവർക്കുണ്ടാവും. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്, ഭയങ്കര അതൊരു ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. ഞങ്ങളുടെ ഫാക്ടറി ഞങ്ങളുടെ ക്വാളിറ്റി ടീമൊക്കെ ചെയ്യുന്ന അതുപോലത്തെ സർവീസാണ്. പല ആൾക്കാരും ആ ഒരു ഏരിയയിൽ നോക്കാതെ ഡിജിറ്റൽ സ്പേസും മാർക്കറ്റിങ്ങിലൊക്കെയാണ് കൂടുതൽ ഉള്ളതേ. നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ, ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. കംപ്ലയിൻറ്റുകൾ ഇത് പച്ച മീനും. പക്ഷേ ഞാൻ ആദ്യം കരുതുന്നത്, ഞാൻ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു 100 ഓർഡർ കൊടുത്താൽ ഒരു 5 ഓർഡറിന് കംപ്ലയിൻറ്റ് വന്നേക്കാം എന്നതായിരുന്നു എൻ്റെ കണക്ക്. പക്ഷേ സീറ്റ് ഹോമിൽ അങ്ങനെ ഒന്നും വന്നേയില്ല. ഫ്രഷ് ഹോമിൽ ഞങ്ങൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് 1000 ഓർഡറിന് 3 കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഡാറ്റ ടീമുണ്ട്, അവരെല്ലാ ദിവസവും വരുന്ന കംപ്ലയിൻറ്റ് ടിക്കറ്റ് എന്ന് പറയാം, ടിക്കറ്റൊക്കെ നോക്കി അതിനെന്താണ് മാറ്റം വരുത്തേണ്ടത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ ചില കംപ്ലയിൻറ്റുകളൊന്നും നമുക്ക് നോട്ട് ചെയ്യാണ്ടും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടും വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ കമ്പനിയുടെ പോളിസിയുടെ കുഴപ്പമായിരിക്കില്ല, ഒരുപക്ഷെ ആ കസ്റ്റമർ സപ്പോർട്ട് ഇരിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കാതെയോ അല്ല മൈൻഡ് ചെയ്യാതെയൊക്കെ വിട്ട് അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പിന്നീട് വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന ക്വാളിറ്റിയും എത്തിക്സ് വിടാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്തായാലും കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരിക്കും ഇത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജും കൂടെ തരുന്നത്, നമുക്ക് ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്കെയിൽ ചെയ്യരുത് എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നില്ലേ? നമ്മളെപ്പോഴും നമ്മൾ ഒരു സാധനത്തെ സ്കെയിൽ ചെയ്യാൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ 10 ഓർഡറിന് എങ്ങനെയാണോ ക്വാളിറ്റി കൊടുക്കുന്നത്, 1000 ഓർഡർ ആയാലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളതിലേക്ക് സ്കെയിൽ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ രൺവീർ സിംഗിനെ ബ്രാൻഡ് അംബാസഡർ കൊണ്ടുവരാൻ തൊട്ട് മുമ്പ് ബോംബെയിൽ, കാരണം രൺവീർ സിംഗ് വന്നാൽ കൂടുതൽ മാർക്കറ്റ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലായിരിക്കും എന്നൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ബോംബെയിൽ ഒരു ഫാക്ടറിയേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ ഇദ്ദേഹം വരുമ്പോൾ ചിലപ്പോൾ ബോംബെയിലെ മഹാരാഷ്ട്രയിലെ ഓർഡർ കൂടാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും അല്ലേ, ബോംബെ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അന്നേരത്തെ ആ ഫാക്ടറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അന്ന് പൂനെയിലാണ് ഞങ്ങളുടെ ഫാക്ടറി ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് ഞങ്ങൾ ബോംബെയിലെ തലോജയിലൊരു ഫാക്ടറി എടുത്ത് വാങ്ങി. ശരിക്കും പറഞ്ഞാൽ 1-2 മാസം ഞങ്ങൾ ഭയങ്കര നഷ്ടത്തിലാണ് പോയിക്കൊണ്ട്, കാരണം ഓർഡർ ആയിട്ടില്ല. അപ്പം ഞങ്ങൾ പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അന്നത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓർഡറിൻ്റെ എണ്ണം ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാണ്ട് വന്നതിനെ.
അഥവാ ഇനി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് വന്നേനെ. അത് ബ്രാൻഡിനെ ബാധിക്കും. ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയത് മുഴുവൻ വെറുതെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സ്കെയില് നമ്മൾ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ചാടി വീഴാനുള്ള പിറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ചാടാൻ. അതെ അതെ അതെ. അല്ല ചാടിയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യും കാലും ഒടിഞ്ഞു പോകും. അതെ അതെ അതെ. അപ്പോൾ സാർ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോക്കൽ മാർക്കറ്റ് വെച്ചിട്ടാണ് സ്കെയിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു, ഇതിൻ്റെ അടുത്ത് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഡിജിറ്റലായി മാറുമ്പോൾ ഈ കൊച്ചി അല്ലാതെയുള്ള മാർക്കറ്റിൽ നിന്ന് നമുക്ക് എൻക്വയറീസും ഡാറ്റയൊക്കെ വരത്തില്ലേ? വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ആദ്യമേ പ്രൊഡക്റ്റ് ഇല്ല, വിൽ ബി ലോഞ്ചിങ് സൂൺ എന്ന് പറയേണ്ടി വരുമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ തുടങ്ങുന്നത്. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഡാറ്റയെക്കുറിച്ച് വന്നല്ലോ. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ ബിസിനസ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്നതാണ്. അതെ. പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായ ഡാറ്റയാണ് ആ ഡാറ്റയാണ് നമ്മൾ അടുത്ത വർഷം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അതെ. ഡാറ്റ ഡ്രിവൺ ദ ബിസിനസ്സാണ്. അതെ. അതുകൊണ്ട് ഇന്ന് ഡാറ്റ നോക്കാതെ നമുക്ക് ഒരു കാരണവശാലും വ്യക്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കോ-ഫൗണ്ടേഴ്സിൽ നീൽക്കമൽ എന്നൊരാളുണ്ട്. അദ്ദേഹം കൽക്കട്ടക്കാരനാണ്. നീൽക്കമലിൻ്റെ ജോലി തന്നെ ഡാറ്റ അനലൈസാണ്. അദ്ദേഹം ഡാറ്റകൾ പഠിച്ച് ഞങ്ങളോട് പറയും, നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ആൾക്കാർ പോയി, എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ്, നിങ്ങൾ അത് കൂട്ടിയത് ശരിയായില്ല, നിങ്ങൾ അത് പാക്ക് ചെയ്ത് 1/2 കിലോ എന്തിനാണ് പാക്ക് ചെയ്തത്, അതുകൊണ്ടാണ് പറ്റിയത് എന്നുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് പറയുന്നതാണ് പുള്ളിയുടെ ജോലി നമ്മളോട്. പുള്ളി ഡാറ്റ അനലൈസിൻ്റെ ഒരു ഉസ്താദാണ്. അപ്പോൾ അങ്ങനെ ഒരാളുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം ഉള്ളതുകൊണ്ടും നമുക്ക് അപ്പോഴപ്പോൾ ഡാറ്റയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡാറ്റയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് സർവീസ് ഇല്ലാത്തൊരു കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കുറേ ഫോണുകൾ വരും, അല്ലെങ്കിൽ മെയിലുകൾ വരും. അങ്ങനെ മെയിലുകൾ വരുമ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ ടീമിന് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ അടുത്ത ടീം ഡാറ്റക്കാരത് പഠിക്കും. പഠിച്ചിട്ട് തോന്നുവാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഓർഡർ തുടങ്ങണമെങ്കിൽ മിനിമം ഇത്ര ഓർഡർ വേണമെന്നുണ്ട്. അങ്ങനെ ഒരു മിനിമം ഓർഡർ അവിടെ വരണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സായി വന്നിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലം ഫുൾഫില്ലായി നമുക്കവിടെ തുടങ്ങിയാൽ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ചിലപ്പോൾ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ പുതിയ ഇതം തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങിയാലും ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റുന്നില്ലെങ്കിൽ അതും നമ്മുടെ ഒരു കുഴപ്പമാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഒരു സാധനം തുടങ്ങി നഷ്ടമാണെങ്കിലും പൂട്ടിയില്ല, മനസ്സിലായി കൊണ്ട് നടക്കും. ദുരഭിമാനം ഇങ്ങനെ ഞാനത് തുടങ്ങി പൂട്ടിപ്പോയാൽ എൻ്റെ സുഹൃത്തുക്കളെന്ന് വിചാരിക്കും, നാട്ടുകാരെന്ന് വിചാരിക്കും, നാട്ടുകാരുമേ ചെറുതായി പോയാൽ എന്നൊക്കെയുള്ള ദുരഭിമാനമുണ്ട് നമ്മുടെ മുന്നിൽ. റിലയൻസിന് നോക്കിയാൽ മതി, ഇന്ത്യ മുഴുവൻ പമ്പ് തുടങ്ങി അല്ലേ, അവൻ പൂട്ടിയെന്ന് മുഴുവൻ 3/4 പങ്കും പൂട്ടിക്കളഞ്ഞു. എത്രയോ കടകൾ പൂട്ടിയിട്ടുണ്ട്. അത് വലിയ ഗ്രൂപ്പുകൾ അങ്ങനെയല്ല, ഒരു തീരുമാനം എടുക്കും, പൂട്ടാൻ തീരുമാനിച്ചാൽ പൂട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കടയാണേലും നമുക്ക് ലാഭകരമല്ലെന്ന് കണ്ടാൽ അപ്പോൾ പൂട്ടിക്കണം. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രശ്നവും ഇഷ്ടംപോലെ നമ്മുടെ ഈ ഡെലിവറിക്ക് തുടങ്ങിയ പതിയെ സ്ഥലങ്ങളിൽ പലതും പൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ്, നമ്മൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, അതിനെത്തുന്നില്ല എന്ന് കണ്ടാൽ പൂട്ടും. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതല്ല, എല്ലാ ആഴ്ചയിലും നമ്മുടെ ഓരോ സ്ഥലങ്ങളെയും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു ടീമുണ്ട്, അവരുടെ ജോലി അതാണ്. സർ, ഇനിയിപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ മാർക്കറ്റിൻ്റെ കൺസ്യൂമർ സൈക്കോളജി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കാലിക്കറ്റ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒപ്റ്റിമൈസേഷൻസ് എങ്ങനെ കൊണ്ടുവരും? ഇപ്പോൾ നമുക്ക് 2 മാർക്കറ്റ് എടുക്കാം, കൊച്ചിയും ഡൽഹി. ഓക്കെ. കൊച്ചിയിലെ ജനം 99% വാങ്ങുന്നത് കടൽ മത്സ്യങ്ങളാണ്. മീനിൻ്റെ മാത്രം എടുത്താൽ കടൽ മത്സ്യങ്ങളാണ്. കായൽ മത്സ്യങ്ങളെന്ന് പറയാൻ നമ്മുടെ കരിമീനും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മെയിനായിട്ട് കായൽ മത്സ്യങ്ങൾ, ബാക്കി മുഴുവൻ തന്നെ കടൽ മത്സ്യങ്ങളാണ്. പക്ഷേ ഡൽഹിയിൽ ആദ്യം സീറ്റ് എന്ന് തുടങ്ങിയപ്പോൾ ഇതെല്ലാം ഒന്നായിരുന്നു. എന്താണെന്ന് പറയുക, ഞാൻ തുടങ്ങിയത് മുഴുവൻ മലയാളികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമർ ബേസിൽ 99% മലയാളികൾ തന്നെ. അപ്പോൾ എല്ലായിടത്തും ടേസ്റ്റ് ഒന്നാണ്, എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒന്നാണ്. പക്ഷേ ഫ്രഷ് ടൂം അവിടെ നിന്ന് കുറച്ചൊരു വലുതായി വന്നപ്പോൾ, നമ്മുടെ കസ്റ്റമർ ബേസ് വലുതായപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 50-60% ആൾക്കാർക്കും വേണ്ടത് ഫ്രഷ് വാട്ടർ ഫിഷുകളാണ്. ഓക്കെ. കൽക്കട്ടയിൽ അതേസമയം 99% ആൾക്കാർക്ക് വേണ്ടതും ഫ്രഷ് വാട്ടർ ഫിഷാണ്, കടൽ മത്സ്യമല്ല. അങ്ങനെ ഓരോ സ്ഥലത്തിനും അനുസരിച്ചിട്ട് അവിടുത്തെ ടേസ്റ്റും അവരുടെ മാർക്കറ്റും പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ വിൽക്കുന്ന മീനുകളല്ല ഡൽഹിയിൽ വിൽക്കുന്നത്. കേരളത്തിൽ വിൽക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ വിൽക്കപ്പെടാത്ത മീനുകളായിരിക്കും ചിലപ്പോൾ ഡൽഹിയിൽ കൂടുതൽ വിൽക്കുന്നത്. കൽക്കട്ടയിൽ കേരളത്തിൽ ഒരിക്കലും കഴിക്കാത്ത മീനുകളാണ് കൽക്കട്ട മുഴുവൻ ചിലവാകുന്നത്. അങ്ങനെ അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ അവിടുത്തെ ആ ജിയോയുടെ സ്വഭാവത്തിനും അവിടുത്തെ ജനത്തിൻ്റെ ടേസ്റ്റിനും അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്.
അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഓരോ ലോക്കൽ മാർക്കറ്റിനും അനുസരിച്ച് നമ്മുടെ ഇൻവെൻട്രി വിസിബിലിറ്റി മാറിക്കൊണ്ടിരിക്കും എൻ്റെ കസ്റ്റമേഴ്സിന്. ഉറപ്പായിട്ടും. പക്ഷേ അതേസമയം നമ്മൾ ഈ ഇൻവെൻട്രിയിലേക്ക് സോഴ്സ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഇപ്പോൾ കൽക്കട്ടയിൽ ഫ്രഷ് വാട്ടർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലോക്കൽ സെല്ലേഴ്സിനെ ഫൈൻഡ് ചെയ്യുമോ? നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ 41 കളക്ഷൻ സെൻറ്ററുകളുണ്ട്. ഓക്കെ. ഈ കളക്ഷൻ സെൻറ്ററുകളിലേക്കാണ് മീൻ പിടിക്കുന്നവർ അല്ല മീൻ വളർത്തുന്നവർ ഒക്കെ മീൻ കൊണ്ടുവരുന്നത്. അവർ ഞങ്ങൾക്കൊരു ആപ്പുണ്ട്, ഒരു പ്രൊക്യൂർമെൻ്റ് ആപ്പുണ്ട്. ആ ആപ്പിലൂടെയാണ് അവർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഈ ആപ്പാണ് പാറ്റൻറ്റഡ് ആപ്പ്. ഈ ആപ്പ് ഞങ്ങൾക്ക് US ഗവൺമെൻറ്റിൻ്റെ പാറ്റൻ്റ് ഉള്ളതാണ്. ഓക്കെ. അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മീൻ ലേലത്തെ ഇലക്ട്രോണിക്സ് ആപ്പിലാക്കിയത് ഫ്രഷ് ടു ഹോം ലോകത്താദ്യമാണ്. ഗ്രേറ്റ്. നിങ്ങളിപ്പോൾ മീൻ ലേലം കണ്ടുണ്ടോ? കടപ്പുറങ്ങൾ കണ്ടിട്ടുണ്ട്. കടപ്പുറങ്ങൾ വെളുപ്പിനും ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയാണ് വെളുപ്പിനെ 4 മണിക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ കൂന കൂട്ടിയിടും, ആൾക്കാർ വന്ന് വിളിക്കും, കൊടുക്കും, അങ്ങനെ എല്ലാം ഒരു മാനുവലാണ് കാര്യങ്ങൾ. അതെ. അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു ആപ്പിലൂടെ കൊണ്ടുവന്നു. ആപ്പിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ആപ്പിലൂടെ വരുന്ന മീനുകൾ ഓരോരുത്തർക്കും അറിയാം അവരുടെ അടുത്തുള്ള കളക്ഷൻ സെൻറ്റർ ഏതാണെന്ന്. ഇപ്പോൾ കൊച്ചിയിലുള്ളവർക്കറിയാം നമ്മുടെ കളക്ഷൻ സെൻറ്റർ എഴുപുന്നലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചി മുതൽ വിഴിഞ്ഞം വരെയുള്ള പിള്ളേരെല്ലാവരും സാധനം എടുത്താൽ കൊച്ചിയിൽ അങ്ങ് കോഴിക്കോടിന് ഇപ്പുറത്ത് വരെയൊക്കെയുള്ള ആൾക്കാർ കൊച്ചി കൊണ്ടുവരും. അതല്ലാത്തവർ ചിലപ്പോൾ മംഗലാപുരത്തിന് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ കളക്ഷൻ സെൻറ്ററുകൾ അവർക്കറിയാം, അവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ കൊണ്ടുവരും. ഈ കളക്ഷൻ സെൻറ്ററുകൾ വന്നു കഴിയുമ്പോൾ അത് ഓരോ ഫാക്ടറിക്കും എന്താണ് നാളത്തേക്ക് വേണ്ടതെന്ന് ഈ കളക്ഷൻ സെൻറ്ററുകളിലേക്ക് ഓരോ ഫാക്ടറിയും സാധനം കൊടുത്തിട്ടുണ്ടാവും. കൽക്കട്ട ഫാക്ടറി കൊടുക്കുന്നത് മുഴുവൻ ഫ്രഷ് വാട്ടറാണ്. ഫ്രഷ് വാട്ടർ ആകുമ്പോൾ കൊച്ചിയിൽ അവിടെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ വിജയവാഡയിലെ കളക്ഷൻ സെൻറ്ററിലും കൽക്കട്ടയിലെ കളക്ഷൻ സെൻറ്ററിലുമാണ് വരുന്നത്. ഡയമണ്ട് അവിടുത്തെ ഒരു ഹാർബറുണ്ട്, ആ ഹാർബറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കളക്ഷൻ സെൻറ്ററുകളിലേക്കാണ് ഇത് പോകുന്നത്. അന്നേരം കളക്ഷൻ സെൻറ്ററുകളിൽ നിന്നാണ് രാവിലെ തന്നെ ചരക്ക് വരുന്നു. അത് കഴിയുമ്പോൾ അതാത് ഓർഡർ കിട്ടിയ ഫാക്ടറിയിലേക്ക് തയ്ക്കും. ഏകദേശം ഈ 41 കളക്ഷൻ സെൻറ്ററിൽ ഒരു 38 കളക്ഷൻ സെൻറ്ററും ഉച്ചയാകുമ്പോൾ കാലിയാവും. എല്ലാ മീനും തീർന്നിരിക്കും. ഈവൻ നമ്മുടെ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലും ഞങ്ങളുടെ കളക്ഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ട്, ഇത്ര ഓർഡേഴ്സ് ഒരു ദിവസം വരാം. ആ പ്രഡിക്ഷൻ നമ്മൾ കളക്ഷൻ സെൻറ്ററിലേക്ക് പാസ് ചെയ്തിട്ട് അത്ര മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. അത് എവിടെ നിന്ന് കിട്ടി പ്രഡിക്ഷൻ? അല്ല, ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ്? ഞങ്ങൾ ഡാറ്റയിൽ നിന്ന് കിട്ടുമ്പോൾ അപ്പോൾ അതാണ് ഡാറ്റ. അപ്പോൾ അത്രേ നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. കാരണം നമുക്കിത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ആപ്പ് വന്നതുകൊണ്ടും ഞങ്ങൾ ഡാറ്റ വന്നതുകൊണ്ടും എല്ലാവരും കരുതുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ മീൻ എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടുമെന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ വലുത് ഇന്ന് എത്ര കിലോ നെയ്മീൻ പോകുമെന്ന് എൻ്റെ ഡാറ്റയ്ക്ക് അറിയാം, എൻ്റെ സിസ്റ്റത്തിന് അറിയാം. സിസ്റ്റം പറയും നാളെ നിങ്ങൾക്ക് ഇന്ന് എന്താ ചെയ്യുക, ശനിയാഴ്ച ഫ്രഷ് ടു ഹോം ഏകദേശം ഇത്ര കിലോ നെയ്മീൻ വിൽക്കും. അത് കഴിഞ്ഞ ശനിയാഴ്ച വിറ്റയിൽ നിന്നൊരു 10% കൂട്ടിയവനിടും. കാരണം ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അത്രയും നെയ്മീനെ നിങ്ങൾക്ക് പോകുള്ളൂ, അതിൽ കൂടുതൽ പോവുകയില്ല. അതുകൊണ്ട് ഈവൻ ഈ ആപ്പുകാർ ആരൊക്കെ അടിച്ചു കൊടുത്താലും ആപ്പിൽ അപ്രൂവൽ വരുന്നത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റിക്കേ വരുള്ളൂ. അപ്പോൾ റേറ്റിനപ്പുറത്ത് ഞങ്ങളുടെ വേസ്റ്റേജിൻ്റെ കൺട്രോൾ ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. ഫ്രഷ് ടു ഹോം ഇത്ര നെയ്മീൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഫ്രഷ് ടു ഹോമിൻ്റെ ആപ്പിൽ നോക്കി അറിയാം. അപ്പോൾ ആപ്പിൽ നമ്മുടെ സെല്ലേഴ്സിൻ്റെ ആപ്പിൽ ഓരോരുത്തർക്ക് അറിയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാം. അത് ടോട്ടൽ ക്വാണ്ടിറ്റി ഫ്രഷ് ടു ഹോം എത്രയാണ് നോക്കുന്നതെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്കറിയില്ല. പക്ഷേ അപ്പോൾ ഫ്രഷ് ടു ഹോം അവരിൽ നിന്നും വാങ്ങാൻ വേണ്ടി അവർ ബെസ്റ്റ് റേറ്റ് കോട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ അവിടെ ഒരു ബിഡിങ് കൊണ്ടുവരുന്നുണ്ട്. ബിഡിങ് ആപ്പാണത്, കംപ്ലീറ്റ്ലി ബിഡിങ് ആപ്പാണ്. അവന് നെയ്മിനിപ്പോൾ ഞങ്ങളുടെ ആപ്പിലൊരു വാട്സപ്പ് പോലത്തെ ഒരു ആപ്പാണ്. ആപ്പിൽ നമ്മുടെ കൊച്ചിയിലൊരാൾ കയറിയിട്ട് നമ്മുടെ സപ്ലയർ ഫ്രഷ് ടു ഹോമിൻ്റെ നെയ്മീൻ്റെ പടമുണ്ട്. കാരണം എല്ലാവർക്കും ഇംഗ്ലീഷൊന്നും അറിയാൻ പറ്റില്ല. നെയ്മിൻ്റെ പടത്തെ തൊട്ടിട്ട് അതിൻ്റെ അടിയിലപ്പോൾ സൈസ് ചോദിക്കും. 1 കിലോ 2 കിലോ അപ്പാണ്, 5 കിലോ അപ്പാണ്. അപ്പോൾ ഏത് സൈസാണ് അതും കുത്തി കൊടുക്കും. റേറ്റൊക്കെ കൃത്യമായിട്ട് ചേട്ടന്മാരെഴുതും. റേറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് അവനോട് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി പറയും, നീ ഈ പറഞ്ഞ സാധനം ഈ പറഞ്ഞ റേറ്റിന് 500 കിലോ എടുത്തോന്നാണ്. 500 കിലോയൊക്കെ 500 അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് അടിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി. അതല്ലെങ്കിൽ മെസ്സേജ് വരും, നിങ്ങളുടെ റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. പക്ഷേ ഇത് രണ്ടും ഇംഗ്ലീഷാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു കളർ കോഡ് ചെയ്തു. നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഗ്രീൻ കളറിലാണെങ്കിൽ, പച്ച കളറിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റേറ്റും ബിഡും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇത്രയും കിലോ അടിയിൽ എഴുതും, ഈ കിലോ നിങ്ങൾ ആ വിലയ്ക്ക് എടുത്തോ എന്നാണ് പറയുന്നത്. അതല്ല, നിങ്ങളുടെ സാധനം ശരിയല്ലെങ്കിൽ ഞങ്ങളുടെ മെസ്സേജ് വരുന്നത് റെഡ് കളറിലായിരിക്കും.
റെഡ് കളറിൽ വരുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞ വില കൂടുതല, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ട, അടുത്ത 1-2 ലേലം കഴിയുമ്പോൾ വില കുറവെങ്കിലും വീണ്ടും വില കുറച്ച് ഒന്നുകൂടി അടിച്ച് നോക്കാം, ചിലപ്പോൾ അന്നേരം അക്സെപ്റ്റ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇതിനു മുമ്പ് വരെ പടങ്ങൾ ഓരോ ഫോട്ടോയും തട്ടി അവൻ ആ പടത്തെ വന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സാധനം എടുത്ത് മീനെ കാണിച്ചാൽ മതി, അപ്പോൾ ഏത് ഓട്ടോമാറ്റിക്കലി റെഡി വരും. യെസ്. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഫിഗേഴ്സിലേക്ക് ഇത്ര ആൾക്കാരിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ പ്രീവിയസ് സ്റ്റോക്ക് അവർ കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് ബൈ വേണ്ടേ? സ്റ്റാൻഡ് വരികയില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ചില കസ്റ്റമറിന് പറയല്ലേ ഇന്ന് ക്വാളിറ്റി കംപ്ലൈൻറ്റ് നിങ്ങളുടെ ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെ വരുന്നത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, അതിന് സ്റ്റാൻഡ് ബൈ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അത് വേസ്റ്റ് ചെയ്യും. അപ്പോൾ ക്വാളിറ്റിയൊക്കെ നമ്മുടെ പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററിൽ വന്നിട്ടാണ് ക്വാളിറ്റി ഫൈനലൈസ്. അവിടെ വെച്ച് ഞങ്ങൾ സാധനം കമ്പനിയായിട്ട് എടുക്കുള്ളൂ. വാങ്ങുന്നിടത്ത് നമ്മുടെ ആളുണ്ട്, വണ്ടി കയറുമ്പോൾ നമ്മളാണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററിലേ നമ്മൾ ഫൈനൽ സാധനം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററിൽ വരുന്നതിന് മുമ്പേ ആ സാധനത്തിൻ്റെ ഓർഡറൊക്കെ വന്നു പോകും. ചില പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററിൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി വരും പോലെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അവിടെയും നമ്മൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് കസ്റ്റമറിന് സാധനം ഇല്ല, അവൈലബിൾ എല്ലാം ഉണ്ട്, നിങ്ങളുടെ ഓർഡർ തരാൻ പറ്റിയാലെന്നൊക്കെ മെസ്സേജ് വരുന്നത്. സാർ, ഇനി ഞാനൊരു 2 ചോദ്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ന്യൂ കസ്റ്റമർ അക്വിസിഷൻ. അറ്റ് ദി സെയിം ടൈം അതൊരു നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേഷൻ യൂണിറ്റ് ആണ്. അതിനൊരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പെൻസും ക്യാപിറ്റൽ എക്സ്പെൻസും ഓപ്പറേഷണൽ എക്സ്പെൻസും അതിനൊരു ബ്രേക്ക് ഈവൻ ടൈം പീരീഡും എല്ലാം ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു നോർമലി ഒരു സ്റ്റാർട്ടപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റിലാണോ പോകുന്നത്, അതോ? ആദ്യമൊക്കെ ഞങ്ങളൊരു മാനുവലി ഞങ്ങളുടെ കണക്കൂട്ടലായിരുന്നു, ഇത്ര വരും ഇങ്ങനെ വരും എന്നൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പം നമുക്കറിയാം ഒരു സാധനം തുടങ്ങി എത്ര രൂപ അന്വേഷിച്ച് വരും, എത്ര ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും, എന്ത് ചെയ്യണമെന്നെല്ലാം ഞങ്ങളുടെ ഡാറ്റ ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അപ്പോൾ ഇനീഷ്യൽ കസ്റ്റമർ അക്വിസിഷന് പൊതുവേ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഞങ്ങളുടെ ഇനിഷ്യൽ കസ്റ്റമർ അക്വിസിഷൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എല്ലായിടത്തും വരുന്നത് അവിടുന്ന് വരുന്ന ആദ്യം അവിടുന്ന് ഡിമാൻഡുകൾ വരും. ആ ഡിമാൻഡുകൾക്കനുസരിച്ച് അപ്പോൾ ആ ഡിമാൻഡ് വന്നയാൾ ഇപ്പോൾ കൊച്ചിയിൽ അന്ന് തുടങ്ങിയിട്ടില്ലെന്ന് വെച്ചു, കൊച്ചിയിൽ നമുക്ക് ഡിമാൻഡുകൾ വരുന്ന എല്ലാവരുടെയും ഫോൺ നമ്പറും എല്ലാവരുടെയും ഇമെയിലും എല്ലാം ഞങ്ങളുടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ച് കഴിയുമ്പോൾ ആ ഇമെയിലുകൾക്കും ആ മൊബൈലുകൾക്കും ഞങ്ങൾ മെസ്സേജുകളും മെയിലായിട്ട് വിടും. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞങ്ങളിത് കൊച്ചിയിൽ ആരംഭിക്കുന്നു, യു ക്യാൻ സ്റ്റാർട്ട്. അതിനകത്ത് ചിലപ്പോൾ 50% ആൾക്കാർ വരും. വരാത്തവരെ വീണ്ടും അവൻ്റെ പുറകെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സുബിലാൽ ഞങ്ങളുടെ ഒരു സാധനം വാങ്ങിയിട്ട് 2 മാസമായിട്ട് വാങ്ങുന്നില്ലെങ്കിൽ സുബിലാലിനെ ഞങ്ങൾ വിടിയല്ല, ഞങ്ങൾ മെസ്സേജ് അയക്കും, റീമാർക്കറ്റിംഗ് എല്ലാ സാധനവും തരും. ചിലപ്പോൾ സുബിലിനെ അടുത്ത ദിവസം സാധനം ഫ്രീ ആയിട്ട് തരും. എങ്ങനെ സുബിലാലിനെ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരാനുള്ള വഴി ഞങ്ങൾ നോക്കും. ലോയൽറ്റി പ്രോഗ്രാംസ് ഉണ്ടോ? എല്ലാം VIP പാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. റെഫറൽ പ്രോഗ്രാംസ് ഉണ്ട്. VIP എന്ന് പറഞ്ഞാൽ VIP കസ്റ്റമർ ആണെങ്കിൽ അവന് ഇത് വരികയല്ല, അവർക്ക് ഡെലിവറി ചാർജ് ഉണ്ടാകില്ല. അപ്പോൾ അതൊരു ആനുവലായിട്ട് ഒരു ചെറിയ എമൗണ്ട്. ഓക്കെ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോൾ സാർ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ സൈഡ് പറഞ്ഞു. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ പ്രൊഡക്റ്റിന് പകരം വേറൊരു കമ്പനി ഇപ്പോൾ കേരളത്തിൽ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പ് മൾട്ടിപ്പിൾ സിറ്റി ഓപ്പറേഷൻസിലേക്ക് പോവുകയാണ്. അവർ ഇപ്പോൾ ഞാൻ ജനറലായിട്ട് ചോദിക്കും, ഇപ്പോൾ ഞാൻ ഇതുവരെ നമ്മൾ സംസാരിച്ച ഫ്രഷ് ടു ഹോമിൻ്റെ സ്പെസിഫിക് ഒരു ജനറലായിട്ട് പോവുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെ സർവീസ് ആണെങ്കിലും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മുടെ കസ്റ്റമർ എന്നാണ്. എന്നിട്ട് ആ കസ്റ്റമറുടെ താല്പര്യങ്ങളെയാണ് നമ്മൾ സംരക്ഷിക്കുക. അതായത് ഫ്രഷ് ടു ഹോമിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കസ്റ്റമറുടെ ഇടയിലുള്ള ഏറ്റവും വലിയ കംപ്ലയിൻ്റ് എന്നാണെന്നറിയും. ഞങ്ങൾക്കറിയാം ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് നിങ്ങളുടെ വില കൂടുതലാണെന്നുള്ളതാണ്. അതാണ് ഞങ്ങളെക്കുറിച്ചുള്ള മെയിൻ കംപ്ലയിൻറ്റ്, ഞങ്ങൾക്കറിയാതെ. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് അനുസരിച്ച് വില കുറച്ച് കൊടുക്കാം. വില കുറച്ച് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇന്നലെ മത്തി എടുത്തത് 180 രൂപയ്ക്കാണ്. ഇതേ മത്തി ഇന്ന് നിങ്ങൾ കടപ്പുറത്ത് ഇവിടെ മാർക്കറ്റിൽ പോകുമോ, അവിടെ ചിലപ്പോൾ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടാവും. അത് എവിടെ നിന്നറിയാം? അത് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും അമോണിയായ സോഡിയം ബെൻസോയേറ്റൊക്കെ അടിച്ചു വന്ന സാധനമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് വില കുറച്ച് ആൾക്കാർ വിലയെ കമ്പയർ ചെയ്യുന്നതിന് ഇവൻ്റെ മത്തിക്ക് 200 രൂപ, ഇവിടെ മത്തിക്ക് 120 രൂപയുള്ളെന്ന് പറയും. അതാണ് ആൾക്കാർക്ക് അത് കണ്ടാൽ മതി. അതാണ് അവരെ കുറ്റം പറയാൻ പറ്റുക, കസ്റ്റമർ നോക്കുമ്പോൾ അതുമല്ലേ. പക്ഷേ അപ്പം ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ആരാണ് നമ്മുടെ കസ്റ്റമർ. വില കുറച്ച് കൊടുത്താൽ മാത്രം വാങ്ങുന്നവരാണോ നിങ്ങളുടെ കസ്റ്റമർ, അതോ നിങ്ങൾ പറഞ്ഞ ഗുണവും മേന്മയും ഒരു കെമിക്കലും ഇല്ലാത്തതാണ് എനിക്ക് കിട്ടേണ്ടത്, 10 രൂപ കൂടുന്നതല്ല എൻ്റെ പ്രശ്നം എന്ന് പറയുന്നവരാണോ നിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആദ്യം നമ്മൾ ഏത് പ്രൊഡക്റ്റായാലും ഏത് സർവീസായാലും ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. ആ ടാർഗറ്റ് പീപ്പിളിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. ഇപ്പം നാളെ ഫ്രഷ് ഹോം ചോദിക്കാം, ഞങ്ങൾക്ക് കെമിക്കൽ ചേർക്കണം, അതെല്ലാം ചേർക്കാം, പക്ഷെ ഞങ്ങൾക്ക്
എല്ലാ മനുഷ്യരും ഓർഡർ ഞങ്ങൾക്ക് എടുക്കണം, അതുകൊണ്ട് വില കുറയ്ക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ട്രാറ്റജിയെ വേറെയാണ്. അതെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഒന്നും വേണ്ട ആവശ്യമില്ല, അതിന് വേറെ സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ ഏത് കസ്റ്റമർ ആയാലും ഒരു സർവീസ് ആയാലും ആരാണ് കസ്റ്റമർ എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണം നമ്മളത് എങ്ങനെ കൊണ്ടുപോകണം തീരുമാനിക്കാം. അതെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നത്, അവർ എത്രത്തോളം മാർക്കറ്റ് സൈസ് ഉണ്ട്. അതെ, അവർക്ക് മാർക്കറ്റ് സൈസ് പറഞ്ഞാലേ ഇത് ഇന്ത്യയുടെ മാർക്കറ്റാണ്. അതെ, ഇപ്പോൾ ഫ്രഷോവിൻ്റെ മുഴുപ്പൊക്കെ അടിച്ചല്ലേ. ഫ്രഷോവ് ഇന്ത്യയിൽ 13 ഫാക്ടറി ഉണ്ട്. നമുക്ക് ദുബായിലൊക്കെ ഇവിടുത്തെ 13 ഫാക്ടറി ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ഞങ്ങൾക്ക് 17,000 ആൾക്കാർ നമ്മൾക്ക് ജോലി ചെയ്യുന്നുണ്ട്. നാളെ ഇന്ത്യൻ ജനസംഖ്യയുടെ 1%, 99 മാറ്റി വെച്ചു, 1%, 1,40,00,000 പേര് ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഞാൻ മീനും മീറ്റും കഴിക്കുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് സർവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഞാനത് ചെറുതാക്കി പറയണമല്ല, അതാണ് യാഥാർത്ഥ്യം. അത്രയും ജനത്തിനെ നിങ്ങളുടെ മുമ്പിൽ വലുതെന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അത്രയും വലിയ മാർക്കറ്റാണ്. ഇവിടെ ആൾക്കാർ വരട്ടെ, കോമ്പറ്റീറ്റേഴ്സ് വരട്ടെ, എല്ലാവർക്കും കൂടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരെങ്കിലും വന്നു മറ്റവനായിപ്പോയി ഇനി എനിക്ക് എന്ത് ചെയ്യാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇവിടെ എല്ലാവർക്കും ചാൻസ് ഉണ്ട്, എല്ലാത്തിനും സാധ്യതകളുണ്ട്. എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ആപ്പിളും ഹുണ്ടായും സാംസങ്ങും ഒക്കെ വരുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പണ്ട് ഇതിനോടൊക്കെ വിമുഖത കാണിച്ചിരുന്ന സമയത്ത് നമ്മൾ ഇതിനെയൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ എത്തിപ്പോയാൻ. അതെ, ഞാനൊരു ബിസിനസ്സുകാരെന്ന നിലയിൽ എനിക്ക് ഈ കുറേ രാജ്യങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ രാജ്യങ്ങളിൽ പോകുമ്പോൾ എനിക്കുള്ളൊരു സങ്കടം എന്നാണെന്നറിയാം. നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാലേ എല്ലാ രാജ്യത്തുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. KFC, അതെ, മക്ഡൊണാൾഡ്സ്, കൊക്കോകോള, പെപ്സി, ആപ്പിൾ, സാംസങ്, അങ്ങനെ തുടങ്ങിയ ബ്രാൻഡുകളുടെ നിരയുണ്ട് അല്ലേ. ഏത് രാജ്യത്ത് നിന്നാലും അത് കിട്ടുന്നു. അതെ, ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതിന് എവിടെ പോയി മക്ഡൊണാൾഡ്സ് കഴിച്ച് ജീവിക്കാം, KFC കഴിച്ച് ജീവിക്കാം, അല്ലെ ആപ്പിൾ വാച്ച് ഉപയോഗിക്കാം, ഹുണ്ടായുടെ വണ്ടി ഓടിക്കാം, എല്ലാം ഇതുണ്ട്. എൻ്റെ ഒരു വിഷമം ഒരു ഇന്ത്യക്കാരൻ നിലയിൽ ഇത്രയും രാജ്യങ്ങളിലെല്ലായിടത്തുമുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് പറയാൻ എനിക്കറിയില്ല. പറയാമോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയുടെ? ഇല്ലെന്ന്. നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ? അതോ ഇവിടെ അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെ പുറകിലായിട്ടാണോ? ഒന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഏറ്റവും മുന്നിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ ഇപ്പോൾ ഉള്ള ബിസിനസ്സുകാർ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പോലും ലോകത്തിലെല്ലായിടത്തുമുള്ള ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണെങ്കിലും അതിൻ്റെ പിന്നിൽ ഇനി വരുന്ന യുവത്വത്തിന് മുമ്പിൽ ഇതൊരു പോസിറ്റീവാണ്, ഓപ്പർച്യൂണിറ്റിയാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്ന് ലോകത്ത് മുഴുവൻ വിൽക്കുന്നൊരു ബ്രാൻഡ് വരും. അത് കേരളത്തിൽ നിന്നുണ്ടാവുമോ, UP നിന്ന് വരുമോ, ബീഹാറിൽ നിന്ന് വരുമോ എന്ന് വേറെ കാര്യം. യെസ്, നമ്മുടേതായ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റ് ഉണ്ട് എന്തെങ്കിലും. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവരും എൻ്റെ മോനൊക്കെ ഈ കടപ്പുറം തന്നെയാണ്, അവനൊക്കെ സീ ഫുഡിനകത്ത്. ഞാൻ ഇവിടെ അതിനകത്തെങ്കിലും ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും എനിക്ക് ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റണം. അത് നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കി നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ഞാൻ ടാറ്റയുടെ വണ്ടിയുണ്ട്, ചില രാജ്യങ്ങളിൽ ഞാൻ ചിലതുണ്ട് എന്നല്ലാതെ എല്ലായിടത്തുമുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അല്ലേ. നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണ്. ഒരു ബിസിനസ്സുകാരൻ നിലയിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അത് പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്ന കുറേ സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ടെക്നോളജി ടീം ഇന്ത്യനാണ്, വർക്ക് ചെയ്യുന്ന ഫുൾ ഇന്ത്യനാണ്, CTO ഇന്ത്യനാണ്, പക്ഷേ CEO അമേരിക്കനായിരിക്കും, ഷെയർ ഹോൾഡിങ് അവരുടെ ആയിരിക്കും. അപ്പോൾ ഓണർഷിപ്പ് അവരുടെയും, നമുക്ക് സാലറി തന്ന് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വിറ്റ് മറ്റുള്ളവരുടെ കാശ് അങ്ങോട്ട് പോകുന്ന സിനാരിയോ ആണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് സായിപ്പിനെ മിടുക്കൂടി കൊണ്ടല്ല, നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതെ, നമ്മുടെ സാറന്മാർ നമ്മൾ എന്നാ പഠിപ്പിക്കുന്നത്? പണിയുടെ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കാൻ നോക്കുക ഇല്ലേ. അല്ല, നീ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ബിസിനസ്സുകാരനാകു എന്ന് പറയുന്ന ഒരു അധ്യാപനം ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കാൻ നോക്കണേ, കുഴപ്പം കിടക്കാന്ന്. ജോലി മേടിക്കാൻ വേണ്ടി പഠിച്ചവരാണ് നമ്മളൊക്കെ, അതുകൊണ്ടാണ് അവരൊക്കെ പോയി ജോലി ചെയ്യണത്. നിങ്ങളവരെ പഠിപ്പിക്കൂ, ഈ നാട്ടിൽ 2 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സിസ്റ്റങ്ങളെ മാറ്റൂ. അവരിവിടെ തുടങ്ങുമെന്ന് ഇതൊക്കെ, അവരിവിടുന്ന് വരും. ഇതേ പഠിപ്പിച്ചിട്ട് പിള്ളേരെ മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ആ കുട്ടികളും സന്തോഷമാണ്, കാരണം ഞാൻ പഠിച്ചത് ഞാൻ ജോലി മേടിക്കാൻ, എനിക്ക് 1-ാം തരം ജോലിയുണ്ട്, അവന് ഹാപ്പിയാന്നേ.
ജോലി മേടിക്കാൻ വേണ്ടി പഠിക്കുന്നവർക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു ഹാപ്പിയാണ്, അവർക്ക് സന്തോഷമല്ലേ, അവർ ജീവിതം നേടിയവർ എന്തിനാണോ പഠിച്ചത് അവർ നേടി. നമ്മളോട് ഇന്ന് വരെ ഒരു സിലബസും പറഞ്ഞിട്ടില്ല നീ പഠിക്കൂ, പഠിച്ചിട്ട് സ്വന്തമായൊരു ബിസിനസ് ചെയ്യൂ, നീ രണ്ടുപേർക്ക് ജോലി കൊടുക്കൂ എന്നിത് ഒരു സിലബസ് നമ്മളോട് ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മളോട് പഠിപ്പിച്ച മുഴുവൻ നീ പഠിക്കൂ, എവിടെയെങ്കിലും ജോലി മേടിക്കൂ എന്നാണ് പഠിപ്പിച്ചത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ പറഞ്ഞാൽ ആ സിസ്റ്റങ്ങളൊക്കെ പൊളിച്ചതിൻ്റെ കാലം കഴിഞ്ഞു, അതൊക്കെ മാറ്റി എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇനിയും ഇവിടുന്ന് വിസ മേടിച്ച് പോയിക്കൊണ്ടേയിരിക്കും. സാർ, നമ്മൾ പൊതുവെ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഫൈൻഡ് എ പ്രോബ്ലം, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറയും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സക്സസ്ഫുൾ കമ്പനീസിൻ്റെയും അല്ല കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസിൻ്റെ സ്റ്റാർട്ടപ്പ്സിൻ്റെ ഫൗണ്ടേഴ്സ് പുറത്ത് മാർക്കറ്റിലൊരു ചലഞ്ച് കണ്ടിട്ടല്ല അവർ സ്റ്റാർട്ടപ്പിന് തുടങ്ങിയത്. അവരുടെ എക്സിസ്റ്റിംഗ് അതുവരെയുള്ള എക്സ്പീരിയൻസിൽ അവരുടെ ലൈഫിൽ കണ്ട ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അതിനെയാണ്, കാരണം അവർക്ക് ഡീപ്പ് നോളജ് കിടക്കുന്ന അതിനകത്താണ്, അവർ ഫേസ് ചെയ്ത ചലഞ്ചസ്, അതിൻ്റെ മേലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് പലപ്പോഴും ഒരു പെർട്ടിക്കുലർ നിഷിൽ ഒരു വെർട്ടിക്കൽ ആസ്പെക്റ്റിൽ പോയിട്ട് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചിലതൊക്കെ അതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷേ അതൊക്കെ പഠിക്കുന്നുണ്ട്. പണ്ട് നമുക്കൊന്ന് പഠിക്കാൻ അങ്ങനെ സാഹചര്യങ്ങളില്ലായിരുന്നു, അല്ലെ പറഞ്ഞുതരാൻ ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ സീറ്റ് ഹോം തുടങ്ങി. ഈ സീറ്റ് ഹോം തുടങ്ങി പെട്ടെന്ന് വലുതാകേണ്ട കാരണം എന്നാണെന്നറിയോ? ഞാൻ സീറ്റ് ഹോം തുടങ്ങി ഇതൊന്നും പഠിച്ചിട്ടല്ല, ഞാൻ തുടങ്ങിയതിനാ എനിക്ക് ജീവിക്കാൻ വേണ്ടി, അല്ലേ? അതെ, യാഥാർത്ഥ്യം ഇതല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇരുന്നുകൊണ്ട് വർത്താനമൊക്കെ പറയാം, പക്ഷേ യാഥാർത്ഥ്യം ഞാനത് എനിക്ക് ജീവിക്കണം, എനിക്ക് മാന്യമായി ജീവിക്കാൻ ഒരു വഴി. അപ്പോൾ പിന്നെ എനിക്ക് മീനോടുള്ള ഇഷ്ടം, എൻ്റെ ടെക്നോളജിയുള്ള ഇഷ്ടം എല്ലാം കൂടി ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഒരു പാഷനും കൂടി ആയതുകൊണ്ടാണ് ഞാനത് തുടങ്ങിയത്. എൻ്റെ പാഷൻ തുടങ്ങിയത് കൊണ്ട് ഈ നാട്ടുകാരൊന്നും അത് ഏറ്റെടുക്കണമെന്നില്ല. ഇല്ല, ഇവരാരും എൻ്റെ ബന്ധുക്കളൊന്നുമല്ല. വല്ല അത്യാവശ്യം പേര് വേണം നമ്മളെടുക്കുന്ന എടുക്കുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് സീറ്റ് ഹോമിനെ ജനം ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ തുടങ്ങുന്ന സമയത്ത് നല്ല മീനും മീറ്റും അല്ലെങ്കിൽ നല്ല പച്ച മീൻ വിഷാംശങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ശതമാനം ജനങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അതെ, അതെ, ഉത്തരവാദിത്തത്തോടെ. കാരണം നാളെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എനിക്കെന്ന് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നല്ല ഉദ്ദേശം, അങ്ങനത്തെ ഒരാൾ എനിക്കിതൊക്കെ ചെയ്തു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച വലിയൊരു ജനസമൂഹം ഇവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് സീറ്റ് ഹോം ഇതാ നിങ്ങൾ വിഷമിച്ച പ്രോബ്ലത്തിന് ഇതാ ഒരു പരിഹാരം എന്നും പറഞ്ഞ് സാധനം കൊണ്ടുചെല്ലുന്നത്. ഇതൊന്നും ഞാൻ ബോധപൂർവം ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ ചെന്നത് കൊണ്ടാണ് സീറ്റ് ഹോമിനെ ജനങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെങ്കിലും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ജനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കുമോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷേ അത് പഠിക്കുന്നുണ്ട്, കാരണം അതിനുള്ള സാധ്യതകളുണ്ട്. ഗൂഗിളും മൈക്രോസോഫ്റ്റൊക്കെ എല്ലാം അടിച്ചു നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കൽ കൂടിയാണെങ്കിൽ മാത്രമേ ബിസിനസ്സിന് മറ്റുള്ളവർ ഏറ്റെടുക്കുകയുള്ളൂ. ഇപ്പോൾ സെവൻ ചോദിക്കട്ടെ, അതായത് സാർ ആ പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്തു സ്വന്തം ലൈഫിൽ, ഫസ്റ്റ് സ്വന്തമായിട്ട് അതിന് സൊല്യൂഷൻ കൊണ്ടുവന്നു. ഇതിനെ ഒരു ബിസിനസ്സാക്കാൻ മാറ്റുന്ന സമയത്ത് സിമിലർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സിമിലർ പ്രോബ്ലമുള്ള ആൾക്കാരെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും എത്ര വലിയ മാർക്കറ്റ് ഉണ്ട്, അവരുടെ പേയിങ് കപ്പാസിറ്റി ഉണ്ടോ, അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് ബെസ്റ്റ് മാർക്കറ്റ് സർവേ സ്ട്രാറ്റജി എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയ ഷാൻ വന്നെന്ന് പറഞ്ഞു. ഷാൻ എന്തുകൊണ്ടാണ് വന്നതെന്നറിയോ? ഷാൻ എന്തുകൊണ്ടാണ് സീറ്റ് ഹോം വാങ്ങിയത് ഷാൻ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ഫാദർ ഡോക്ടറാണ്. അപ്പോൾ ഇവരുടെ വീട് എടപ്പാളാണ്. അപ്പോൾ ഇവർ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ ഷാൻ വല്ലപ്പോഴും നല്ല മീൻ, ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കാനേ പറ്റിയതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല മീൻ വീട്ടിൽ വരുമ്പോൾ അമ്മ വെച്ച് കൊടുക്കുകയും അല്ലെ പൊതിഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്ന മീൻ മാത്രം വീട്ടിൽ നിന്ന് വരണ 1-2 ആഴ്ച ഒരാഴ്ചയൊക്കെ കൊണ്ട് അത് കൊണ്ട് കഴിക്കും. പക്ഷേ സീറ്റ് ഹോം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അമ്മയുടെ മീനിനേക്കാളും നല്ല ഫ്രഷാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സീറ്റ് ഹോമിൻ്റെ അടിമകളായെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് മാതിരി നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷാന. പക്ഷെ ആ മീൻ കിട്ടാതെ ആയപ്പോൾ ഇത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നില്ലെങ്കിൽ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടിയിരുന്നപ്പോൾ ഇത് ഭയങ്കര ഉപകാരപ്രദമായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇത് കിട്ടേണ്ടതല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സിനപ്പുറത്തുള്ളൊരു ചിന്തയുണ്ടല്ലോ, ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ലെ ഒരു സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ തിരക്കി വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മീൻ മേടിക്കാൻ എന്നെ കാണേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ പലർക്കും ആവശ്യമുള്ളതാണ്, അത് അവർക്കും ഉപകാരപ്പെടും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് എന്നൊരു ഒരു സമൂഹത്തോടുള്ള ഒരു സാധനം കൂടി ഉണ്ടായതുകൊണ്ടാണ് ഷാൻ എന്നെ തിരക്കി വന്നത്. അപ്പോൾ അത്തരം ഒരു മൈൻഡുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിന് ഏറ്റവും നല്ല സാധനം. അതെന്താണ് അതിന് റൈറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ബെസ്റ്റ് എന്നല്ലെങ്കിലും ഒരു ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്? നമുക്കത് ഇപ്പോൾ സീറ്റ് ഹോം ആയിരുന്നപ്പോഴേ കുറേ കസ്റ്റമേഴ്സിൻ്റെ ഫോൺ വരുമായിരുന്നു എനിക്ക്.
അപ്പോൾ ചില കസ്റ്റമേഴ്സിനെ ഇപ്പോൾ ഡൽഹിയിൽ എൻ്റെ കസ്റ്റമർ ആയിരുന്നൊരു പ്രവീണുണ്ട്. പ്രവീണാണ് പിന്നെ എൻ്റെ ഡെലിവറി, ഇപ്പോഴും ഞങ്ങളുടെ പ്രവീണുണ്ട്, ഡെലിവറി കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ പ്രവീണിനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന 1000 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതിൽ നമുക്കറിയാമല്ലോ ചില മനുഷ്യർ വിളിക്കുമ്പോൾ അവൻ ഇതിനോടുള്ളൊരു പാഷൻ, അവന് ഇതിനോടുള്ള ഒരു ആഗ്രഹം, ഇത് നടക്കണമെന്ന് അവൻ്റെ ഒരു അത് നടക്കണമെന്ന് അവൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കില്ല, പക്ഷേ അവൻ ആ സിസ്റ്റത്തോടുള്ള അവൻ്റെ ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിച്ച വിഷയത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഷാൻ അങ്ങനെയാണ് എന്നെ തിരക്കി വന്നത്. അല്ലാണ്ട് ഷാൻ ഇപ്പോൾ പച്ചമീൻ കിട്ടുക എന്ന് മാത്രം ഉദ്ദേശത്തിലല്ലല്ലോ, അല്ല ബിസിനസ് തുടങ്ങുന്നതിന് മാത്രമല്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്നെപ്പോലെ എത്രയോ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടനെ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. സാർ, നമ്മളെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഒരു ബിസിനസ്സിനെ ബ്രാൻഡ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്, അവർക്ക് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ സാറിന് കുറച്ച് അഡ്വൈസസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും ഒരു ഇൻ്റർനാഷണൽ വികസിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് മേഖലയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എൻ്റെ പാഷനായിരിക്കണം. പാഷൻ എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് തുടങ്ങിയാലും കുറേ നാൾ നഷ്ടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും ഒരു സംശയമില്ല. അല്ലാതെ സ്മൂത്തായിട്ട് പോയൊരു ബിസിനസ്സുകാരൻ എനിക്കറിയില്ല. ഒരുപക്ഷെ അപ്പൻ കോടീശ്വരനാണെങ്കിൽ ചിലപ്പോൾ അതുവഴി പോകുമായിരിക്കും. അല്ലാതെ സ്മൂത്തായ ഒരു ബിസിനസ് എനിക്കറിയില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറേ നാളൊക്കെ തൊട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് പോകും. അപ്പം നമ്മുടെ പാഷൻ ആയിരിക്കണം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. 2, ആ പാഷൻ എങ്ങനെ അവതരിപ്പിക്കണം ഒന്നുകൂടി തിരഞ്ഞെടുക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ എങ്ങനെ എന്ന സ്ഥലത്താണ് ടെക്നോളജിക്കുള്ള ഏറ്റവും വലിയ സാധനം. അതുകൊണ്ട് നിങ്ങളാദ്യം നിങ്ങളുടെ പാഷനെ കണ്ടെത്തണം. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ എത്രത്തോളം ടെക്നോളജിയെ കൊണ്ടുവരാമോ അത്രത്തോളം ടെക്നോളജി കയറ്റണം. ഈ 2 സാധനം വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ലോകമറിയുന്നൊരു ബിസിനസ് ആകാൻ പറ്റും. അങ്ങനെ ലോകമറിയുന്നൊരു ബിസിനസ് ആകുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളും വരുന്നത്. ഫണ്ടിങ് വരണമെങ്കിൽ ഈ 2 സാധനത്തിന് അപ്പുറത്ത് 2-3 കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, നിങ്ങൾ ഇതിനെ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലായിട്ടായിരിക്കണം. പ്രൊഫഷണലിസം എന്ന സാധനം നമ്മുടെ ആൾക്കാർക്ക് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ പ്രൊഫഷണലിസം ആയിരിക്കണം എപ്പോഴും നമ്മൾ എല്ലാം വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കണം. പിന്നെ അടുത്ത ഫണ്ടിങ്ങുകാർ നോക്കുന്നതെന്ന് പറയാം, ഇവനൊരു ടീമാണോ അത് ഇവൻ ഒറ്റയ്ക്കാണോ ഇത് കൊണ്ട് നടക്കണം? ഒറ്റയ്ക്കൊന്നും കൊണ്ട് നടക്കുന്ന ഒരു കമ്പനിയിൽ ഒരു ഫണ്ടിങ്ങും ആരും കൊണ്ടുവന്നിട്ടില്ല. നമുക്കൊരു ടീം ഉണ്ടാകണം. അപ്പം നമ്മൾ നമ്മുടെ പാഷനും അതിനകത്ത് ടെക്നോളജിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യ ദിവസം മുതൽ ചെയ്യേണ്ടത് നമ്മുടെ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ഒരു പ്രൊഫഷണലായിരിക്കണം. രണ്ടാമത്തത് നമുക്കൊരു ടീം ഉണ്ടായിരിക്കും. ഇത്രയും സാധനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പാഷനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പാഷൻ്റെ ഒരു ഇഫക്ട്സും കൂടി നോക്കണം. ഇപ്പോൾ എനിക്കൊരു പാഷനുള്ളൊരു വസ്തുവാണ്, പക്ഷേ അതൊരു മനുഷ്യനും വേണ്ടാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാഷനെ എങ്ങനെയായിരിക്കും ലോകത്തിൻ്റെ ഡിമാൻഡ് എന്നുകൂടി നമ്മൾ നോക്കണം. ഇപ്പം ഞങ്ങളുടെ മീനിൻ്റെ ഇന്ത്യയിൽ മീൻ ഇപ്പോഴും ഞാൻ പറയാം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നടക്കുന്നതാണ് 97%. ഞങ്ങളെ കാണുന്ന പോലത്തെ ഓൺലൈൻ കമ്പനികളും നിങ്ങളിന്ന് കാണുന്ന മുഴുവൻ സൂപ്പർ മാർക്കറ്റും കൂടി കൂട്ടിയാലും ഇന്ത്യയിലെ മീൻ കച്ചവടത്തിൻ്റെ 3% അതിനകത്ത് നടക്കുന്നുള്ളൂ. ബാക്കി 97% ഇപ്പോഴും അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അതായത് ഫ്രഷ് ടു ഹോമിൽ പൈസ ഇടാൻ വരുന്ന ഒരുത്തൻ കണക്ക് കൂട്ടുന്നത് ഇവന്മാർ നല്ല ടീമാണ്, ഇവരെ കൊണ്ട് ആ 97%-ൽ 1% കൂടി അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നിറം മാറിപ്പോവും. മനസ്സിലായി? അപ്പോൾ അതും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇറങ്ങണം, അല്ലെ നമ്മുടെ പാഷൻ ഏത് തലത്തിലായിരിക്കും വളരാൻ സാധ്യത എന്നും കൂടി നമ്മളൊന്ന് പഠിച്ചാൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോയെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിവിടെയും വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കാൻ പറ്റും. സർ, ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. എത്ര റൗണ്ട് എടുത്തിട്ടുണ്ട്? നമ്മൾ ഡി ലെവൽ വരെ പോയിട്ടുണ്ട്. അത് എന്തായിരുന്നു അവരുടെ ഒരു കണ്ടീഷൻസ്, അല്ലെങ്കിൽ എന്തായിരുന്നു അവരെ അട്രാക്റ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു ഫ്രഷ് ടു ഹോമിൽ? കണ്ടീഷൻസ് അല്ല, ഒന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഫീൽഡ് വളരാൻ എല്ലാ സാധ്യതകളാണ്. 2, ഇന്ത്യൻ മാർക്കറ്റാണ്. അത് ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് ഇങ്ങനെ നമുക്കത് മനസ്സിലാവുന്നില്ലായിരിക്കാം, പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നു. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു മാർക്കറ്റ് ഇന്ന് ലോകത്തിൽ പോലും പറയാനില്ല. 33 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാലേ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ എത്തുള്ളൂ. ഇന്ത്യയിൽ ജനസംഖ്യ നിങ്ങൾ 140 കോടിയൊക്കെ വിട്ടുന്നത്, അതിൽ 1% എടുത്താൽ മതി. 1% സർവേ നിങ്ങൾ പറ്റിയാൽ നിങ്ങൾ വമ്പനാന്ന്. നിങ്ങളുടെ കമ്പനി വേറെ ലെവലായി. LIC ഇല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഞാൻ പലപ്പോഴും പറഞ്ഞു, LIC ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നല്ലേ. LIC 2023-24 ഇന്ത്യയിൽ എത്ര പോളിസി വിറ്റെന്നറിയോ?
2,04,00,000 പോളിസികളാണ് പുതുതായിട്ട് വിറ്റത്, പുതിയ പോളിസികൾ ഇറക്കിയത് 2020-24. ഈ 2,04,00,000 എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 1.5% പോലും തികയില്ല. ഇന്ത്യൻ ജനസംഖ്യയുടെ 1.5% താഴെ ആൾക്കാർ മാത്രം പുതിയ പോളിസി എടുത്തപ്പോൾ LIC ലോകത്തിലെയും ഇന്ത്യയിലെയും നമ്പർ 1 കമ്പനിയായി മാറണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വലിപ്പം മനസ്സിലായ അവിടെയാണ് ഞാനും നിങ്ങളിൽ നിന്ന് കളിക്കുന്നത്. ആ മാർക്കറ്റിലാണ് ഇന്ത്യൻ മാർക്കറ്റിലാണ് നമ്മുടെ കളിയെന്ന് കാണുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നിറമൊന്ന് മാറും. പിന്നെ അവർ നോക്കുന്നത് ഇത് വളരാൻ സാധ്യതയുള്ളതാണോ, ഈ ടീമിന് ഇത് കൊണ്ടു നടക്കാൻ പറ്റുമോ, ഇവർ പ്രൊഫഷണലായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ഫിനാൻസിൻ്റെ ഡീലിങ്സ്. ഇതെല്ലാം അവർ തുറന്ന പുസ്തകമായിരിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും കച്ചവടം ചെയ്യുമ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ വല്ലപ്പോഴും സ്മോൾ അടിക്കുമ്പോൾ പറയണതിൻ്റെ ഒരു നേട്ടം എന്നാണെന്നറിയും. കഴിഞ്ഞ മാസം ഞാൻ 3,000 രൂപ സെയിൽ ടാക്സ് പറ്റി, GST കൊടുത്തില്ല, ഇങ്ങനെ മറ്റേ എഴുതി, അതെന്തോ വലിയ നേട്ടമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും. അതൊന്നും അല്ല നേട്ടം. അങ്ങനെ നിങ്ങൾ 3,000 രൂപ ഒരു GST എല്ലാ ടാക്സും കൊടുക്കണമെന്ന്, ടാക്സുകളെല്ലാം കൊടുത്ത് എല്ലാം തുറന്ന പുസ്തകമായിരിക്കണം. അല്ല നമ്മൾ അതിനകത്തൊക്കെ ചെറിയ ലാഭത്തിന് വേണ്ടി അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെയൊന്നും പോയെന്നാലൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരികയില്ല. നമ്മൾ തുറന്ന പുസ്തകമായിരിക്കണം. ഗവൺമെൻറ് എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കണം. സർക്കാർ പറയുന്നതെല്ലാം പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഇവിടെ വളരാനുള്ള എല്ലാ സാധ്യതയുള്ള മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ആയിട്ട് ആൾക്കാർ വരും, ഒരു സംശയം വേണ്ട. സർ, ഒരു പുതിയ ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് അദ്ദേഹം ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ തരുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട്സും നെറ്റ്വർക്കെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് തരാറുണ്ടോ? പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ആമസോൺ ഉണ്ട്, ഞങ്ങളുടെ അതിനകത്ത് അമേരിക്കൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, അബുദാബി ഗവൺമെൻറ് ഉണ്ട്, ദുബായ് ഗവൺമെൻറ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുത്തിട്ട് വരുമ്പോൾ പണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് അവരുടെ ലോകം കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അല്ല പുതിയൊരു സാധനം ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു അഡ്വൈസ് ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അവർ ലോകത്ത് പലയിടത്തും ചെയ്ത് കാണും, മനസ്സിലായ അന്നേരം ഉണ്ടായ അപ്പ് ആൻഡ് ഡൗൺസൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അവർ പറയാം അത് ഇങ്ങനെ ചെയ്യരുത്, എങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, ഇങ്ങനെ ഇങ്ങനെ പോകും, ഇന്ന രാജ്യത്ത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു അവർ തരുന്ന ഭയങ്കര നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ചില അഡ്വൈസുകളുണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു അനുഭവത്തിൽ എന്ന് പറയുന്നത്. അതിൻ്റേതായ കുറവുകളുണ്ട്. കുറവുകളെന്ന് വെച്ചാൽ എല്ലാത്തിനും അവരുടേതായ കൺട്രോൾ ഉണ്ടാവും, എല്ലാം അവരെ ബോധ്യപ്പെടുത്തണം. അത് വേണമെങ്കിൽ അങ്ങനെ അത് ശരിയല്ലോ എന്ന് വേണം, അങ്ങനെയല്ല അത് വേണം. അവർ പൈസ തരുമ്പോൾ അവർ ചെയ്യണ്ടേ, അപ്പോൾ പൈസ തരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് അവർ നമ്മളുമായി ഷെയർ ചെയ്യുന്നതിൽ ചില എക്സ്പീരിയൻസുണ്ട് ഓരോ നിമിഷങ്ങളിലും. അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. ഒരു വിൻ വിൻ മൈൻഡ് സെറ്റ് ആവശ്യമാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന്. ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് അതൊക്കെ വിട്ടുകളാം. നമ്മൾ മലയാളികൾ ഇപ്പോഴും 51% എൻ്റെ കയ്യിലല്ലേ കമ്പനി പോവും അല്ലേ എന്നൊക്കെ പറയണ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെയൊക്കെ. നമ്മൾ ഫ്രഷ് ഹോം ഇടും. നിങ്ങൾ ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിക്കും സച്ചിനും കൂടി അവരെ ഫൗണ്ട് ചെയ്ത് അവർക്ക് 6% ബിന്നിയുടെ ശതമാനം ഷെയർ ഉണ്ടായിരുന്നു. ആ 6% ഞാൻ എപ്പോഴും പറഞ്ഞു 6% അവന് ആ വർഷം കിട്ടിയ 1,600 കോടിയാണ്. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുത്തത് ബിന്നിയായിരുന്നു. ഈ ബിന്നിയും സച്ചിനും കൂടി ആദ്യം തീരുമാനിക്കാൻ ഇത് ആർക്കും ഞാൻ കൊടുക്കില്ല, 100% ഞങ്ങളുടെ തന്നെ സ്വന്തമായിരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ അവരുടെ 100%-ന് 1,600 കോടി വിട്ട് 1,000 കോടി പോലും തികയില്ല. ഇല്ലേ? തുറന്നു കൊടുക്കുന്നത് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അനന്താകാശം പോലെ വിശാലവും ആഴി പോലെ അഗാധവുമായ ഒരു ഹൃദയമായിട്ട് പോവാ. എങ്ങനെ ഇതൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ? അല്ലാതെ ഞാൻ 1% അവന് കൊടുത്തു പോയാൽ എൻ്റെ 1% കുറയല്ലോ എന്നൊക്കെ കണക്കൂട്ടുന്നവർക്കൊന്നും ബിസിനസ് ഇനി വളരാൻ പറ്റിയില്ല. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ശരിയായിരുന്നു. ഇനി ആ കാലമൊക്കെ മാറി. അതുകൊണ്ട് ഷെയറിൻ്റെ ശതമാനവും അതുമൊന്നും പിടിച്ച് മനസ്സ് വയ്ക്കില്ല. നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇതൊക്കെ തന്നെത്താൻ വരും. സർ, ഫ്രഷ് ടു ഹോം ഇന്ത്യ, ഫ്രഷ് ടു ഹോം UAE ഇതെല്ലാം ഡിഫറെൻ്റ് ആണോ? അതെ, എൻറ്റിറ്റീസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഫ്രഷ് ഹോം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ കമ്പനിയിൽ നിന്നുള്ള എൻറ്റിറ്റിയാണ് ഇന്ത്യയിലത്, അവിടെ നിന്നുള്ള എൻറ്റിറ്റിയാണ് UAE. സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കണ്ടിട്ട് തന്നെയാണ് തുടങ്ങിയത്. അതിനുശേഷം ഓപ്പറേഷൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി ഇൻ്റർനാഷണൽ കണക്ഷൻസ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഓരോ കൺട്രിയിലും നമ്മൾ ഓരോ കമ്പനി ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ഗ്ലോബൽ? ഫ്രഷ് ഹോം ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഇതൊരു സബ്സിഡിയറിയാണ് സിംഗപ്പൂർ കമ്പനിയുടെ. എല്ലാ സ്ഥലത്തും തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെ അപ്പോൾ ഓരോ രാജ്യത്തും നമ്മൾ തുടങ്ങുമ്പോൾ അവിടുത്തെ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം എടുത്തിട്ടാണോ ചെയ്യുന്നത്? ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങൾ UAE തുടങ്ങിയപ്പോൾ നമ്മളൊരു ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾ തന്നെ പറഞ്ഞ് അവർക്ക് UAE സ്റ്റാർട്ട് ചെയ്യണം താല്പര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് UAE പോകുന്നത്. അപ്പോൾ UAE തുടങ്ങുമ്പോൾ വേറെ UAE ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരും. അങ്ങനെ അത് ഒരു വഴിയിൽ വരുന്നത് നമ്മളാരും ആരുടെയും പുറകെ നടക്കേണ്ടത് വന്നോളൂ. പക്ഷേ നമ്മൾ ബോധ്യപ്പെടുത്തണം, നമ്മൾ കൺസെൻറ്റ് എടുക്കണം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ. അവരുടെ കൺസെൻറ്റ് എടുക്കണം. അത് അവർ തരും നമുക്ക്. അതിലൊന്നും അവർക്ക്. പക്ഷേ നമ്മൾ
ഗവൺമെൻറ് റൂളുകളൊക്കെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന കമ്പനികളെ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ല വെറുതെ ഇപ്പോൾ ഫണ്ട് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾ ഫണ്ട് എടുക്കുന്നവർ ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കരുത്. നമ്മൾ ഗവൺമെൻറ് റൂളും ഗവൺമെൻറ് നിയമം അനുസരിക്കുന്ന കമ്പനികളിൽ നിന്ന് ഫണ്ടുകൾ വരും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് 100-200 ലക്ഷക്കണക്കിന് നമ്മൾ ലോകത്തുണ്ട്, പൈസ ആയിക്കോട്ട് നടപ്പുണ്ടെങ്കിൽ. അതെ. പക്ഷേ നമ്മളെ അവർ പഠിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടണം, ദേ ക്യാൻ എന്ന് ബോധ്യപ്പെട്ട് അവർ വരും. അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു UAE ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫണ്ടിങ് അവിടെ നിന്ന് ലോക്കൽ ഫണ്ടിങ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനി ആസ് സച്ച് ലൈക്ക് ഇപ്പോൾ സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫ്രഷ് ടു ഹോമിന് ആണ് ഓണർഷിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, യു വാണ്ട് ഇൻവെസ്റ്റ് മോർ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ആസ് സച്ച് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് എത്ര പെർസെൻറ്റേജ് വരെ ഈ ആക്ച്വൽ കമ്പനി ഹോൾഡ് ചെയ്യും? ഇത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനത്തെ ഒരു ഡാറ്റയും നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. പക്ഷെ അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ചില പെർസെൻറ്റേജ് കൂടുതൽ കൊടുക്കുന്നത് ചിലപ്പോൾ കമ്പനിക്ക് നല്ലതായിരിക്കും. അത് ആ വരുന്ന കമ്പനി ആരാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളതൊക്കെ തീരുമാനിക്കുന്നത്. ബട്ട് ഇന്ത്യൻ്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ തന്നെ എല്ലായിടത്തും ഓപ്പറേഷൻ നമ്മളാണ്. ഒരു ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് ഇല്ല? ഇല്ല. ഓക്കെ. ഞങ്ങൾ ആകെ ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഡെലിവറിക്ക് ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് 17,000 എന്ന് പറഞ്ഞത്. ഫ്രാഞ്ചൈസി, ഡെലിവറി ഫ്രാഞ്ചൈസി, പ്രൊഡക്ഷനൊക്കെ നമ്മൾ തന്നെയാണ്. അവരൊന്നും അറിയുന്നില്ല. അവർക്ക് നിന്ന് പാക്കറ്റിൻ്റെ നമ്പറുണ്ട്, ആ നമ്പറിനനുസരിച്ച് ഡെലിവറി കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനത്തെ 100 കണക്കിന് ഫ്രാഞ്ചൈസികളുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മളുടെ ഈ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലുള്ള ക്വിക്ക് കൊമേഴ്സുമായിട്ടുള്ള അലയൻസസ് എങ്ങനെയായിരിക്കും? ഞങ്ങൾ അവരോട് ചെയ്യുന്നുണ്ട്. അവരുടെ നമ്മുടെ പ്രോഡക്റ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ സ്റ്റോക്ക് ചെയ്യണ്ടേ? പക്ഷേ അവരുടെ അവരുടെ നിയമം അനുസരിച്ചിട്ട് അവർ ചിലർക്ക് ഒരിടത്ത് കൊടുത്താൽ മതി, ചില സംസ്ഥാനങ്ങളിൽ അവരുടെ പല സ്ഥലങ്ങളിൽ കൊടുക്കണം. അത് ടൈം ടു ടൈം അവരുടെ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഒരു ഹൈലി പെരിഷബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ ചിൽ റൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. നമ്മൾ അവരും കൂടി ടൈപ്പ് ആകുമ്പോൾ നമ്മുടെ ഡിമാൻഡുകൾ അങ്ങോട്ട് നമ്മൾ പറയും, അവരുടെ ഡിമാൻഡ് അവർ ഇങ്ങോട്ട് പറയും. എന്നിട്ട് നമ്മൾ ഇത്ര MOQ എക്സ്പെക്ടേഷൻ പറയും. എക്സ്പെക്ടേഷനും പറയും. നമുക്ക് വേണ്ട ഫെസിലിറ്റികളുണ്ടല്ലോ, ഇപ്പോൾ ചിൽ റൂം വേണം, അത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവരനുസരിച്ച് അവർ ചെയ്തിട്ട് അവർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്ലിങ്കിറ്റായിട്ട് അവർക്കും ഡിമാൻഡ് ഉണ്ടാവും, ഇങ്ങോട്ടും ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ഓർഡേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്തു പോകുള്ളൂ. അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ വേണം, അവരുടെ ഡിമാൻഡുകൾ അവർ പറയും. അങ്ങനെയാണ് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊരു നല്ല ഓപ്ഷൻ അല്ലേ? കാരണം അവർ പെനിട്രേറ്റ് ചെയ്ത മാർക്കറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു നിയർ ബൈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാമല്ലോ. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പുതിയ പ്രൊഡക്റ്റുകൾക്ക് ആ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡ് അവരുടെ കൂടെ ഉണ്ടാകുന്നത് അവരുടെയും കൂടി ആവശ്യമാണ്, അല്ലേ? അതെ. അവരിലൂടെ വിൽക്കുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. ഒപ്പം അവർക്കൊരു ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡ് ഞങ്ങളിലുണ്ട് എന്ന് കേരളത്തിലൊക്കെ പറയുന്നത് അവർക്കും നല്ലതാണ്. രണ്ട് വശമില്ല അതിനകത്ത്. പക്ഷെ ഒരു പുതിയ ബ്രാൻഡൊന്നും അല്ലാത്തൊരു പ്രൊഡക്റ്റ് ഒരു പക്ഷേ അവരുടെ ചാനലിലൂടെ വിറ്റ് മാറുന്നത് ആ ബ്രാൻഡിന് അവർക്ക് നല്ലതാണ്, പുതിയ ടീമിന് നല്ലതായിരിക്കും. ഓക്കെ സാർ, ഞാൻ ഇനി അപ്പോൾ അഗൈൻ ഒരു സ്റ്റാർട്ടപ്പ് കൺസെപ്റ്റിലേക്ക് വരാം. ഒരു ഇപ്പോൾ സിംഗപ്പൂർ രജിസ്റ്റേർഡ് കമ്പനി, ഓപ്പറേഷൻസ് ഫ്രം ബാംഗ്ലൂരാണ്, അപ്പോഴും കേരളത്തിലല്ല. പക്ഷേ കേരളത്തിലെ സംരംഭങ്ങൾ എങ്ങനെ നമുക്ക് ഗ്ലോബലാക്കണം, എങ്ങനെ കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം. അപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്, ഇവിടുന്ന് ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നുണ്ട്, പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന മലയാളികളൊക്കെ തന്നെയാണ്. ഇവിടെ അതിനെപ്പറ്റി ഒരു എക്കോ സിസ്റ്റം ബിൽഡായി വരുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരും ഈ പറഞ്ഞ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു സ്കെയിലപ്പ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലിലേക്ക് പോകുമ്പോൾ അവർക്ക് റീരജിസ്റ്റർ ചെയ്യേണ്ട സിനാരിയോസ് പലപ്പോഴും വരാറുണ്ട്. കേരളം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരാറുണ്ട്. നമുക്ക് എങ്ങനെ കേരളത്തിൽ ആ ഒരു എൻ്റയർ സെറ്റപ്പ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഫ്രഷ് ടു ഹോം ബാംഗ്ലൂർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ടു ഹോം മലയാളി ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതെ, മലയാളി ബ്രാൻഡാണ്. ഞങ്ങൾ കേരളത്തിൽ തുടങ്ങിയത്. ഞങ്ങൾക്ക് ആദ്യം ആകെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, അരൂർ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ. അരൂരുണ്ടായിരുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഫ്രഷ് ഹോം ഉണ്ടായത്, കേരള ബ്രാൻഡ്. പക്ഷേ അതുകൊണ്ട് ഞാൻ കേരളത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് പറ്റില്ല. നമ്മൾ വളർച്ചയുടെ ഘട്ടങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ ബ്രാൻഡിനെ ലോകത്തിലെത്തിക്കണമെങ്കിൽ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ചില സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റണം. അങ്ങനെ പോയാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അല്ല ഞങ്ങൾ കേരളത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലിമിറ്റഡ് ടു കേരള അല്ല. കാരണം അൾട്ടിമേറ്റ്ലി ആ ഒരു ഇപ്പോൾ സാർ അരൂരാണ് സാറിൻ്റെ വീട്, ചേർത്തലയിലാണ്. അപ്പോൾ ഫ്രഷ് ടു ഹോം ചേർത്തലയിൽ ഒരു വലിയ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ഒരുപാട് ജോലി സാധ്യതയും അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ മാറ്റം വരില്ലേ? എന്നാലും ഞങ്ങളുടെ ഇപ്പം ഞാൻ പറയാം, ഞാൻ ചേർത്തല വലിയ ഫാക്ടറി കിട്ടും. ഞാനവിടെ ഇപ്പോൾ അരൂർ ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്, ഞാൻ ചേർത്തല അതിലും വലിയൊരു ഫാക്ടറി കിട്ടും. സെയിൽ ചെയ്യണ അനുസരിച്ചും സെയിലും ഡിമാൻഡ് അനുസരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും ഡിമാൻഡ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ ഫാക്ടറി, അതായത്
അപ്പോൾ അതല്ല ഞാൻ ചേർത്തലേ ഇടുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചാൽ എൻ്റെ ബ്രാൻഡ് വളരെയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ മാറ്റത്തിനനുസരിച്ച്, നമ്മുടെ വരുന്ന ഡാറ്റകൾക്കനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ചില വലിയ ഫാക്ടറി ബാംഗ്ലൂരായി പോകും, വലിയ ഫാക്ടറി ഡൽഹിയിലായി പോകും. അത് നമ്മൾക്ക് വരുന്ന ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. എന്ന് വെച്ച് ഫ്രഷ് ഹോം ഒരു മലയാളി ബ്രാൻഡ് അല്ല എന്ന് പറയാൻ പറ്റിയല്ലോ. ഇവിടെ തുടങ്ങിയതാണ്, കേരളത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി, അതും ചേർത്തല അരൂർ തുടങ്ങി, ഇപ്പോഴും അരൂരാണ് നമ്മുടെ ഫാക്ടറി. ഇപ്പോൾ സാറിൻ്റെ പ്രോഡക്റ്റ് ഓക്കെ, അതൊരു മാർക്കറ്റ്, അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആയതുകൊണ്ട്. ബട്ട് ചില പ്രോഡക്റ്റ്സ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റും, കൊച്ചിയിലിരുന്ന് ഷിപ്പ് ചെയ്യാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ സാസ് പ്രോഡക്ട്സ് പോലെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിൽ കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അല്ലാത്തൊരു പ്രോഡക്റ്റാണ് ചിലപ്പോൾ കേരളത്തിലേക്കാൾ മറ്റ് ലോകരാജ്യങ്ങളെ നമ്മൾ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ആ ലോകരാജ്യങ്ങൾ എടുക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനോട് നമുക്ക് മത്സരിക്കണം അല്ലേ. അതെ, കേരളത്തിൽ ചില പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ആ കമ്പനി വളരാൻ ആന്ധ്രയിലോ അവിടെയോ പോകണമെങ്കിൽ നമ്മൾ പോകണമെന്നേ, എങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് എൻ്റെ ബ്രാൻഡിനെ ലോകം മുഴുവൻ എത്തിക്കാൻ ചിലപ്പോൾ നടന്നു വരികയില്ല. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, അല്ല നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂടുതലായിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ വരും. പക്ഷേ ചിലപ്പോൾ നമുക്ക് കേരളത്തിലായിരിക്കും അത് നല്ലത്, അങ്ങനെയാണ് അത് കേരളത്തിൽ തുടങ്ങണം. അത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചും ഡിമാൻഡിനനുസരിച്ചും നമ്മുടെ കസ്റ്റമറിനനുസരിച്ചും കാര്യങ്ങൾ മാറും. അങ്ങനെ മാറുന്നതനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. പക്ഷേ കേരളത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയുടെ ബ്രാൻഡ് എന്തായാലും കേരളത്തിൻ്റെ ബ്രാൻഡല്ലേ. ഇപ്പോൾ ടാറ്റ ഒരിടത്തല്ലല്ലോ ഫാക്ടറി ഇട്ടാണ്, അല്ല റിലയൻസ് ഒരിടത്തല്ലേ ഇട്ടാണ്, അവർ കാലത്തിനനുസരിച്ച് മാറുന്നില്ലേ. ഇപ്പോൾ ഹുണ്ടായി അല്ലേ, ലോകത്ത് എവിടെയൊക്കെ ഫാക്ടറി ഉണ്ട്, അവർക്കൊന്നും അവരുടെ രാജ്യത്ത് മാത്രം ഫാക്ടറി ഇട്ടാൽ മതിയായിരുന്നു, പോരല്ലോ. എന്നാലും ഗ്ലോബലാകാൻ പറ്റിയല്ലോ. ഗ്ലോബൽ ആകണമെങ്കിൽ നമ്മൾ ആ ഗ്ലോബലിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. എല്ലാ സംസ്ഥാനത്തും എല്ലാ രാജ്യത്തും നമ്മൾ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ റേറ്റിനനുസരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മാറ്റേണ്ടി വരും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ നമ്മുടെ കേരളത്തിൽ ഏതൊരു പ്രൊഡക്റ്റും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനികളെ ഇവിടെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ ചുറ്റുപാടിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഒരു സാധാരണക്കാരൻ നിലയിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നമ്മൾ അറിയിച്ചിട്ട് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വഴി നമുക്ക് നീങ്ങാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗഹൃദമായൊരു അന്തരീക്ഷം ഈ നാട്ടിലുണ്ടായാൽ മാത്രമേ നമുക്കിത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പല കമ്പനികളുടെയും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത്? കേരളത്തിനേക്കാൾ കുറവാന്നേ അവർക്ക് അവിടെ മാനുഫാക്ചർ ചെയ്തപ്പോൾ ഒരു യൂണിറ്റിന് വരുന്ന വില. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെയുള്ളിടത്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെ, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എന്നാലും അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലോകത്തോട് കോമ്പറ്റ് ചെയ്യും? ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. തിലാപ്പിയ എന്നൊരു മീനുണ്ട്, തിലാപ്പിയയുടെ ഫില്ലറ്റിന് അമേരിക്കയിലും യൂറോപ്പിലും ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ 1 കിലോ തിലാപ്പിയ ഫില്ലറ്റ് ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടാൻ പറ്റുന്നില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇന്ത്യൻ ഡിമാൻഡിൻ്റെ ഒരു ബലം, അത് പോസിറ്റീവാണ്. നെഗറ്റീവ് എന്നാന്ന് പറയാം, നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും തിലാപ്പിയ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്, പണ്ട് ഒരു 30 വർഷം മുമ്പ് നമ്മുടെ ചെയ്തിരുന്ന അതേ വഴിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീൻ വളർത്തുകളെല്ലാം ഏകദേശം ഒരു 30 വർഷം ചെയ്ത പോലെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ടെക്നോളജികൾ വന്നു, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അതെല്ലാം മാറ്റണ്ടേ നമ്മളിവിടെ. ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂർ അരൂർ മേഖലയിൽ ചെമ്മീൻ വളർത്തുന്നുണ്ട് ഇഷ്ടംപോലെ. ഇപ്പോഴും ഒരു 30-40 വർഷം, ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 39 വർഷം, അന്ന് ചെയ്തിരുന്നത് അതാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് നോക്കി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയവർ. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. ഇവിടെ അത് മാറ്റാൻ പറ്റാത്ത ചിലപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ടാവും. ഇപ്പോഴും ആ പഴയ ഇതിനകത്ത് നിൽക്കുകയാണത്. അതിന്നൊക്കെ മാറിയാലേ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. അതിനൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരുകൾ വന്നു, എങ്കിൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാവരെയും സൂപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അത് ഓടിയല്ലേ, എവിടെയെങ്കിലും വെച്ച് പൊട്ടണം. അതെ, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയാലേ ഇതിന് ഒരു നാളേക്കുള്ളൊരു ഭാവി ഉണ്ടാവും. അല്ലെങ്കിൽ പിള്ളേർ വിസ എടുക്കും, ഉറപ്പാണ്. സാർ, ഇപ്പോൾ ഈ AI ഒക്കെ വന്നതിന് ശേഷം എന്താണ് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ അതേപോലെ കസ്റ്റമർ പെർസ്പെക്റ്റീവിലും വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ? എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മാറ്റം വന്നത് കസ്റ്റമേഴ്സിൻ്റെ ചിന്താഗതിയില്ല. ഞാൻ C2 തുടങ്ങിയപ്പോൾ ഞാൻ അവരെ കാണിച്ചു കൊടുത്തിരുന്നു, നിങ്ങൾ ഇങ്ങനെ അടിച്ചാൽ മീൻ കിട്ടുമെന്ന്. ഇന്ന് അതേ കസ്റ്റമർ എന്നോട് പറയും, നിങ്ങളുടെ ആപ്പിൽ 2ാമത്തെ പേജിൽ നിന്ന് 3ാമത്തെ പേജ് അവിടെ ഒരു സാധനമുണ്ട്, അത് മാറ്റണം, അത് കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല, അത് പ്രശ്നമാണെന്ന് പറയുന്ന കസ്റ്റമറായി മാറി. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കസ്റ്റമറിനൊപ്പം നമുക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്.
അവർക്കൊപ്പം എനിക്കും നിങ്ങൾക്കും എത്താൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായും അവർ നമ്മളെ തഴഞ്ഞിട്ട് അവരുടെ കൂടെ എത്തുന്നവരുടെ കൂടെ അവർ പോകും. ട്രൂ. അതാണ് അംബാസഡറുകാരൻ കൊഡാക് ഫിലിമിനും നോക്കിയാക്കൊക്കെ സംഭവിച്ചത്. എൻ്റെ കസ്റ്റമറുടെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ എനിക്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അവർ കുറച്ചാളൊക്കെ വെയിറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അവരുടെ ദൂരെ കളയും. അതുകൊണ്ട് AI ഒക്കെ വന്നാലും ആ AI ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ്? കസ്റ്റമറിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതിനാണ് AI ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. കസ്റ്റമർ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും ഓരോ മനുഷ്യൻ, ഇല്ലേ? അവൻ്റെ ഇപ്പം ഞങ്ങൾ കൊമേഴ്സ് തുടങ്ങിയ കാലത്ത്, ഞാൻ CTO തുടങ്ങിയ കാലത്ത് ഇന്ന് ഓർഡർ ചെയ്ത നാളെ കിട്ടുള്ളായിരുന്നു. കസ്റ്റമർ എൻ്റെ കൂടെ നിന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചെയ്താൽ വൈകുന്നേരം കൊടുക്കാമെന്നായി. അപ്പോഴാണ് കസ്റ്റമർ എൻ്റെ കൂടെ നിന്നത്. ഞാൻ പഴയ പോലെ ഇന്ന് നാളെ തരുള്ളെങ്കിൽ അന്ന് ആ കസ്റ്റമറൊക്കെ പോയേനെ. ഇപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്ത 15 മിനിറ്റുള്ള എൻ്റെ വീട്ടിൽ കിട്ടണമെന്ന് പറഞ്ഞു. അവിടെ കൊടുക്കണമെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അവൻ എൻ്റെ അടുത്ത് അടുത്ത് പോകും. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ കസ്റ്റമർ അങ്ങനെ 15 മിനിറ്റ് കൊടുക്കണമെങ്കിൽ എനിക്ക് AI വേണമെന്നേ, അതുകൊണ്ട് ഞാൻ AI ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉള്ള കസ്റ്റമറിനൊപ്പം എത്താൻ നമ്മളെ സഹായിക്കുന്ന ടെക്നോളജികളാണ് ഇതൊക്കെ. കസ്റ്റമറുടെ മനസ്സിങ്ങനെ ദിനം പ്രതി സെക്കൻഡ് പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനിങ്ങനെ ലോകം കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അവന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. പണ്ടൊന്നും ഇവിടെ ഉള്ളവർ അറിയുന്നില്ലായിരുന്നു അല്ലേ ലോകത്ത് എന്ത് നടക്കുന്നതെന്ന്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ബോസ്റ്റൺ ഭൂമിക്കായിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് 1913 അവനത് ഉദ്ഘാടനം ചെയ്തോളെ. ഓ മൈ ഗോഡ്. അന്ന് നമ്മൾ എന്തെടുക്കുമായിരുന്നറിയാമോ? പുലയം 10 അടി മാറി നടക്ക്, ക്രിസ്ത്യാനി 25 മാറി നടക്ക്, ഈഴവൻ 16 അടി മാറി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമായിരുന്നു, കണക്കെടുക്കുന്ന സമയമായിരുന്നു. അവനോട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തോളെ. അതുകൊണ്ടാണ് അവൻ ലോകം ഭരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതൊന്നും ഉൾക്കൊള്ളാതെ നമ്മളിപ്പോഴും പഴയ സ്റ്റൈലിലേ പോകുള്ളൂ എന്ന് ചിന്തിച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ കാലത്തിന് മുന്നേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ നമ്മളായിരിക്കും അടുത്ത രാജാക്കന്മാർ. സർ, നമ്മുടെ സംരംഭകർ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തന്നെയാണോ അവർക്ക് റൈറ്റ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അതിന് വേണ്ടി വേറെ എന്തെങ്കിലും ഒരു? ഇന്നിപ്പോൾ അവർക്ക് അറിയാനായിട്ട് എല്ലാ വഴികളും ഉണ്ടല്ലേ. നമ്മുടെ മൊബൈലായാലും സോഷ്യൽ മീഡിയകളായാലും എല്ലാം ഉണ്ട്. ഞാൻ പണ്ട് ബിസിനസ് തുടങ്ങിയ കാലത്ത് എനിക്ക് ധീരുഭായ് അംബാനിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ധീരുഭായ് അംബാനിയെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ 21-22 വയസ്സിൽ ഞാൻ പുള്ളിയുടെ നാട്ടിൽ പോയി. അന്ന് ഇതൊന്നും അറിയാനായിട്ട് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചറിഞ്ഞ് മാഗസിൻസ് വല്ല ഇത് വരും, പത്രത്തിലൊക്കെ വല്ല ന്യൂസ് വരുമ്പോഴാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഗുജറാത്തിലെ ചോർവാഡ് എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2 ട്രെയിൻ കയറി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിറ്റ് ബോംബെക്ക് പോയായിരുന്നു. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് പിള്ളേർ നോക്കിയാൽ പുള്ളി എവിടെ ഉണ്ടെന്ന് ഇപ്പോൾ അറിയാം, ഇല്ലേ? അപ് ടു ഡേറ്റ് ആണേ കാര്യങ്ങൾ, കാലം മാറിപ്പോയി. അപ്പം നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടല്ലോ, നമ്മുടെ ചില മാതാപിതാക്കൾ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ. എന്ത് കഷ്ടപ്പാട്! നിങ്ങളുടെ കാലത്ത് ഗൂഗിളില്ലാഞ്ഞതിന് കുട്ടികളെന്ത് പഠിച്ചെന്ന്? നിങ്ങളുടെ കാലത്ത് ബസ്സും കാറും വണ്ടി ഇല്ലാഞ്ഞാൽ കുഞ്ഞുങ്ങളെന്ത് പഠിച്ചെന്ന്? അവരുടെ കാലത്തിനനുസരിച്ച് നമുക്ക് അവരെ നയിക്കാനും നമുക്ക് അവരെ ഓടിക്കാനും നമുക്ക് അവർക്ക് ഷെൽട്ടർ കാണിച്ചു കൊടുക്കാനും പറ്റാത്തത് എൻ്റെ നിങ്ങളുടെ കുഴപ്പമാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കാത്തപ്പോഴാണ് അവർ വിസ എടുത്ത് പോണത്. അതുകൊണ്ട് നമ്മളിവിടുത്തെ ഒരു സിസ്റ്റത്തെ, ഒരു സോഷ്യൽ സിസ്റ്റത്തെ മാറ്റിക്കളയണം. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ തീരുമാന കാര്യത്തിലും എല്ലാത്തിലും. ഞാൻ അമേരിക്കയുടെ കാര്യം പറഞ്ഞില്ലേ, അവരന്ന് അത് തുടങ്ങിയത് കൊണ്ടാണ് അവരിപ്പോൾ ലോകം ഭരിക്കുന്നത്. നമ്മളന്നത് ചെയ്തത് നമ്മൾ ഭരിച്ചാണ് ലോകം. അന്ന് നമ്മൾ മറ്റോ ചെയ്യുമായിരുന്നു, മനസ്സിലായി? പുലയനും നായരും തമ്മിലുള്ളത് 36 അടി ഉണ്ടോയെന്ന് അളന്ന് നടക്കുന്ന സമയമായിരുന്നു അന്നേരം. അതാണ് വ്യത്യാസം. ഇനിയും നമ്മൾ അതിലേക്കാണ് പോകാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഇനിയും ആരെങ്കിലൊക്കെ നമ്മൾ ഭരിക്കും. ഇനി ഒരു മാറ്റം ആവശ്യമാണ് വരും. ഇപ്പോൾ പക്ഷേ നമ്മുടെ യുവത്വത്തിനൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ചിന്തിക്കുന്നുണ്ട്. ആൾക്കാർ പലരും വിദേശത്ത് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, അല്ലേ? തിരിച്ചു വന്ന് തുടങ്ങിയവരൊക്കെ. പണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനമൊക്കെ നിലനിർന്നത് തന്നെ ഈ പാവം പിടിച്ച്, ഞാൻ എപ്പോഴും ഞാൻ പറയണം, ഈ പ്രവാസികളില്ലേ, അവരാണ് ശരിക്കും നമ്മുടെ രാജ്യം ഈ സംസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടിരുന്നത്. അവരവിടെ പോയി കഷ്ടപ്പെട്ട് 100 ദിറം കിട്ടുമെങ്കിൽ അതിൽ 1 ദിറത്തിന് ഒരു കഞ്ഞിയും കുടിച്ച് ബാക്കി 99 ദിറവും വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ആ 99 കൊണ്ടാണ് നമ്മളിവിടെ റോളിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജോലി ഉണ്ടായത്. പക്ഷേ ഇന്ന് അതേ പ്രവാസികൾ എന്ത് ചെയ്യുന്നു? അവരവിടെ 99-100 കിട്ടുന്നെങ്കിൽ അവനൊരു അവിടെ തന്നെ 102 ആക്കാൻ നോക്കിയിട്ട് ഇവിടെയുള്ള കുടുംബത്തിനെ കൊണ്ട് അവൻ അങ്ങോട്ട് പോവുക. അതാണ് അവൻ ചെയ്യേണ്ടത്. കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ അവൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ജീവിച്ചത്. പ്രവാസികൾ കൊണ്ടാണ് ഈ രാജ്യം കുറേ നാൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം കുറേ വർഷം ഓടിപ്പോയി. ഇനി അത് നടക്കില്ല. ഇനി പ്രവാസികളൊന്നും അങ്ങനെ ജീവിതം കളയാൻ അവർ തയ്യാറില്ല. അവരവരുടെ ജീവിതം നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രവാസികൾ പണം കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ റോൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ പണം ഉണ്ടാകാനും പണം റോൾ ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മളിവിടെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. യെസ്.
പക്ഷേ നമ്മുടെ യുവത്വത്തിന് അതിൽ കഴിവുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കടലിൽ കിടന്ന മീനിനെയാണ് എടുത്ത് കമ്പ്യൂട്ടറുകൾ വിറ്റെങ്കിൽ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വിൽക്കുന്ന പിള്ളേർ കടന്നു വരുന്നുണ്ട്, ഒരു സംശയമില്ല. അത്രയും കഴിവുണ്ട് നമ്മുടെ മക്കൾക്ക്. അവർക്ക് കറക്റ്റ് ഗൈഡൻസും ഒന്ന് ചാനലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിട്ടും ഇഷ്ടം പോലെ. ഉറപ്പായിട്ടും. സർ, ഫ്രഷ് ടു ഹോമിൻ്റെ സക്സഷൻ പ്ലാൻ എന്താണ്? അടുത്ത പ്ലാനാണ്. അതായത് എങ്ങനെയാണ് സാർ ബാറ്റൺ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, സിംഹാസനം കൈമാറാൻ ഉദ്ദേശിക്കുന്നത്? ഈ എല്ലാം നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ ലോകം അവസാനം വരെ ഫ്രഷ് ഹോം ഇങ്ങനെ നിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ബിസിനസ്സിന് തളർച്ച ഉയർച്ചയൊക്കെ ഉണ്ടാവുമെന്ന്. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മളെന്തോരം ഉയർന്നാലും എന്തോരം താഴ്ന്നാലും നമുക്ക് പലരും താഴുമ്പോൾ തകർന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ മനസ്സ് തകർന്നില്ലെങ്കിലില്ല ഏത് തകർച്ചയിലും വീണ്ടും നമ്മൾ പിടിച്ചു വരും. മനസ്സ് തളരാതിരിക്കണമെങ്കിൽ ഏത് ഉയർച്ചയിലും ഏത് താഴ്ചയിലും നമ്മൾ മണ്ണിൽ നിൽക്കാൻ പഠിച്ചാൽ മതി. നമ്മളൊരു നിലമറന്ന് നിലമറന്ന് എണ്ണ തയ്ക്കുന്നത് എന്നിട്ട് പറയല്ലേ എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോരും. നമ്മളിപ്പോഴും നമ്മൾ മണ്ണിൽ നിൽക്കാൻ പഠിക്കുകയാണെങ്കിൽ ഏത് ഉയർച്ചയിലും ഏത് താഴ്ചയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത്. മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏത് തകർച്ചയും നമുക്ക് കയറി വരാമെന്നേ. അതുകൊണ്ട് ബാറ്റൺ കൈമാറുന്നതിനെ കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ടില്ല. അത് അല്ല, പൊതുവേ പല ആൾക്കാരും സ്വന്തം ബിസിനസ് സ്വന്തം മക്കൾക്ക് കൊടുക്കും, അവർ പിന്നെ നടത്തും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലുണ്ട്. അത് തെറ്റല്ല, പക്ഷേ ആ കുട്ടികൾ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ഏതാണ് അവരുടെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അവരുടെ തലയിൽ കൊടുത്ത് ചിലപ്പോൾ തകർന്നു പോയെന്ന്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടം അത് ഇഷ്ടമായിരിക്കില്ലെന്നേ. അതെ, അവരെ എനിക്കാ ഡോക്ടറാകാൻ പറ്റില്ല, എൻ്റെ മകനെങ്കിലും ഡോക്ടറാക്കണമെന്ന് പറഞ്ഞാൽ എത്രയോ മാതാപിതാക്കൾ ജനിക്കണ മുമ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൊച്ചിനെ ഡോക്ടറാക്കണത്. അതായിരിക്കും അവന് പടം വരയ്ക്കാനെങ്കിലും ഇഷ്ടം. എന്നാലും അവന് എൻ്റെ അപ്പം തീരുമാനിക്കാൻ ഇവനെ ഡോക്ടറാക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കമ്പൗണ്ടർ പോലും ആകിയില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് അവനവന് ഇഷ്ടമുള്ള അവനവൻ്റെ പാഷനുണ്ട്, അതനുസരിച്ചുള്ള അവൻ്റെ എന്ത് പാഷനാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി, ബാക്കി അവൻ ചെയ്തോളും. അതിനുള്ള കഴിവൊക്കെ അവനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആണായാലും പെണ്ണായാലും അവർക്കുണ്ട്, അവർ ചെയ്തോളും. അവൻ്റെ പാഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ അവന് സഹായിച്ചു കൊടുക്കണം. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ചെയ്യേണ്ടതാണ്. അവനിൽ എന്താണ് കഴിവ് എന്ന് കണ്ടുപിടിച്ച് കൊടുക്കാനുള്ളൊരു ഉപകരണമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം എന്ന് പറയുന്നത്. അത് നമുക്കില്ല. നമ്മൾ ഏത് കഴിവുള്ളവനെയും പഠിപ്പിക്കണം ഒന്നാണ് അല്ലേ. അപ്പോൾ പിള്ളേർ ചോദിക്കും, നമ്മൾ പ്രീ ഡിഗ്രിയൊക്കെ ആകുമ്പോൾ +2 ആകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് മാറുന്നില്ലെന്ന്. എന്തിനാണെന്ന് +2 വരെ? നിങ്ങൾ വിദേശ രാജ്യങ്ങൾ 6ാം ക്ലാസ് ആകുമ്പോൾ നിറം മാറി, അവന് വേറെ സ്റ്റൈലിലേക്ക് പോയി. നമ്മൾ എല്ലാം പഠിക്കുന്നത് ജോലി മേടിക്കാനാണെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ കർഷകരൊന്നും ഉണ്ടാകാത്തത്. കൃഷിക്കാരനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മീൻ കച്ചവടക്കാരനെ പോലെയാണ്. ഏറ്റവും താഴെ ഒരു പണിയില്ലാത്തവൻ ചെയ്യുന്ന പണിയാണെന്നാണ് കൃഷിക്കാരൻ. പക്ഷേ ചില രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് അവിടുത്തെ കൃഷിക്കാരാണ്. ഞാൻ ടാൻസാനിയയിൽ പോയപ്പോൾ ഞാൻ ചെന്ന ഹോട്ടലിൽ അന്നൊരു മീറ്റിംഗ് നടക്കുന്നു ഗവൺമെൻറ്റിൻ്റെ. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്തവരെ ആദരിക്കുന്ന മീറ്റിങ്ങാണ്. ഏറ്റവും കൂടുതൽ അന്ന് ടാക്സ് കൊടുത്ത് തരാമെന്നറിയാമോ? അവിടുത്തെ ഒരു ഗ്രാമ്പു കർഷകനാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഒരു കർഷകൻ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരാളായി മാറുന്നത്. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. നമ്മൾ പഠിക്കുന്നതേ ജോലി മേടിക്കാനാണ്. ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് ആർക്കാണ്? സക്കംബർഗിനാന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത്. കൃഷി എന്ന് പറയുന്നത് ഭയങ്കര സാധനമാണ് അതിനുള്ള. പക്ഷേ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്താൽ രക്ഷപ്പെടുവാൻ രക്ഷപ്പെടില്ലെന്ന് അവൻ്റെ ജീവിതം പോക്കാം. അപ്പം ഇതെല്ലാം നമ്മൾ അടിമുടി നമ്മൾ മാറേണ്ടതുണ്ട്. യെസ് സാർ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് സ്കേഴ്സിറ്റി ഓഫ് ഗുഡ് ഫുഡാണ്. കൂടുതൽ പ്രൊഡക്റ്റൈസ്ഡ് ഫുഡ്സാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല സീ ഫുഡ് ഫ്രഷ് ടു ഹോം കൊടുക്കുന്നുണ്ട്. പക്ഷേ മൂവിങ് ഫോർവേഡ് നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു സർക്കാർ ഒരു 5-10 വർഷത്തിനുള്ളിലെങ്കിലും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യപ്പെടുന്ന ഫുഡുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഞാൻ മീൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മീൻ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 7-8 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, അമേരിക്കയിൽ ഇരിക്കുന്ന ആൾ ഇവിടുത്തെ ഒരു മീൻ കഴിക്കണമെങ്കിൽ ഇന്ന നിലവാരമുള്ള മീനെ അവിടെ പോകാവൂ. ഒരു കാര്യത്തിലും നല്ലതാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്റ്റ് അവിടെ ചെല്ലുമ്പോൾ നല്ലതായിരിക്കണം എന്ന കാര്യത്തിൽ അത് നല്ല കാര്യം. ഈ ഇന്ത്യയിലെ ആൾക്കാരും ജനങ്ങളല്ലേ. അതെ. അപ്പോൾ ഇവിടെ ജീവിക്കണവൻ കഴിക്കുമ്പോഴും ഇന്ന കാര്യങ്ങൾ വേണമെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? യാതൊരു സാധനമില്ലേ. മീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിനും ഏതിലും നോക്കും ഇല്ലേ. ഇവിടെ ലോക്കൽ വയ്ക്കുന്നതിന് ആർക്കും എന്തും വയ്ക്കാം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എക്സ്പോർട്ടിനെ കാണുന്നത് പോലെ തന്നെ ചില ചില സാധനങ്ങളെങ്കിലും നമ്മളിവിടെ കൊണ്ടുവരാം. അതിന് അങ്ങനെ അത് പാലിക്കാത്തവനെ അതിന് ശക്തമായ നിലപാടും എടുക്കണം, നടപടികളെടുക്കണം. അങ്ങനെ നമ്മളെടുത്താൽ തീർച്ചയായും ഇവിടെ മാറ്റം വരും. ഇനിയുള്ള കാലത്ത് ഇപ്പോഴത്തെ ഒരു യുവജനതയെ ഇപ്പോൾ കുറച്ചുകൂടി ആഹാരത്തിൻ്റെ വിലയ്ക്കപ്പുറത്ത്
ക്വാളിറ്റി വലുതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇപ്പോൾ അല്ലേ. ഉണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ എണ്ണം ദിനം പ്രതി മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് സോഴ്സ് കിട്ടുന്നില്ല. നല്ല പക്ഷേ ഇപ്പോൾ വരുന്ന കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട് ഫുഡിനകത്തേക്ക് വരുന്നത്. പണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ 95% IT ആയിരുന്നു. IT ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പതിയെ എന്നെപ്പോലെ ചില മീൻ കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളിൽ തീർച്ചയായിട്ടും ക്വാളിറ്റിക്ക് കുറച്ചുകൂടി നില കൊടുക്കുകയും ക്വാളിറ്റിക്ക് കുറച്ചുകൂടി വില കൊടുക്കുകയും ചെയ്യുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പാനീയങ്ങളും അതുപോലെ ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും. അഡ്വർടൈസ്മെൻറ്റ് കൂടുതലും അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ കൊക്കോകോള വേണം, ടാങ്ക് വേണം, മറ്റേ എന്താ പറയുന്നത് ചിപ്സ്, മറ്റേ ലേസ് വേണം. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. പച്ചക്കറി വേണോ ഫ്രൂട്ട്സ് വേണോ എന്ന് അവർക്കറിയില്ല. അതെപ്പോഴും കഴിക്കേണ്ട സാധനങ്ങളാണെന്ന് അറിയില്ല. പക്ഷേ ഇത് അപ്പുറത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ പല ഹോസ്പിറ്റൽസിൻ്റെയും മേജർ സ്റ്റേക്ക് അമേരിക്കൻ കമ്പനീസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഇത്രയും വലിയ രാജ്യമാണെന്ന് സാറ് പറയുമ്പോൾ അത്രയും വലിയൊരു ഹെൽത്ത് ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹെൽത്ത് ഇൻഡസ്ട്രി ഇന്ത്യയിലായിരിക്കും ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒരു സൈഡിൽ നമ്മൾ ജനതയുടെ ശരീരം കേടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് അലോ ചെയ്തിട്ടുണ്ട് പബ്ലിക്കലി. നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളെല്ലാം അതിൻ്റെ അംബാസഡേഴ്സാണ്. അറ്റ് ദി സെയിം ടൈം ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ? ഇത് ലോകത്ത് മുഴുവനുള്ളൊരു ബിസിനസ്സിൻ്റെ ഒരു സർക്കിളാണ്. നമ്മളിവിടെ നാട്ടിൽ നിന്ന് തവളയെ കയറ്റിവിടാൻ പറ്റില്ല, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം തവള നിലനിൽക്കേണ്ടത് ഈ നമ്മുടെ എന്താണ് പ്രകൃതിയുടെ ഒരു ചക്രത്തിലുള്ളതാണ്. അപ്പോൾ തവള നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ മാതിരി കൊക്കക്കോള ലോകത്ത് മുഴുവൻ ഉണ്ടെങ്കിലേ അതിൻ്റെ കൂടുതൽ അടുത്ത സാധനം വന്നോളൂ. ഇതൊക്കെ അവർക്കറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇന്ന് വരെ ലോകത്ത് കുടിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല പാനീയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടാക്കിയ നീരയാണ്. കഴിച്ചിട്ടുണ്ടോ നീര? എന്ത് നല്ല ഒരു വിഷാംശവും ഇല്ലാത്ത. എന്നാൽ ഇവിടെ തേങ്ങയ്ക്ക് അന്ന് ഇപ്പോഴല്ലേ തേങ്ങ വില കൂടിയത്. തെങ്ങ് കർഷകരുണ്ട്. തേങ്ങയ്ക്ക് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ പാനീയമാണ് നീര. പക്ഷേ നീരയെ നമുക്കൊരു മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റില്ല. ലോകം കീഴടക്കിയാണ് നീര അന്നത്തെ ക്വാളിറ്റിയിലാണ് സാധനം ഇറക്കിയിരുന്നെങ്കിൽ. അത് ആരുടെ തെറ്റ് എന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. ആ മിസ്റ്റേക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ സിസ്റ്റത്തെ തിരുത്തിയിരുന്നെങ്കിൽ നീര ലോകം കീഴടക്കാൻ പറ്റിയൊരു പാനീയമായിരുന്നു. യാതൊരു വിഷാംശമില്ല. നമ്മുടെ മക്കൾക്കും ലോകത്തിന് തന്നെ നല്ലതായിരുന്നു അത്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ലത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് അതാണ് ഇതാണ് വിഷാംശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിന് പകരം നമ്മൾ കൊടുക്കണ്ടേ? കുട്ടികൾ കുടിക്കാൻ വേണമെന്നേ, അവർക്ക് കുടിക്കാൻ ടേസ്റ്റുള്ള സാധനം അവർക്ക് ഇഷ്ടമാണ്. കൊക്കക്കോള ഇഷ്ടമുള്ള ഒരാൾ ഉറപ്പായിട്ട് നമ്മുടെ നീര കൊടുത്താൽ അവൻ നാളെ നീര കഴിക്കുള്ളൂ. നീരൊന്ന് കഴിച്ചു നോക്കാം, അത്ര നല്ല ടേസ്റ്റായിരുന്നു. എല്ലാ സാധനങ്ങളും സമ്പുഷ്ടമായതായിരുന്നു. പക്ഷെ നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് കാര്യമില്ല, അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അതിൻ്റെ അതോറിറ്റികൾ, അതിന് ഇഷ്ടപ്പെട്ട ഒരു അതോറിറ്റികൾ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരാതെ നമ്മൾ മറ്റുള്ളവർ കുറ്റം വേണ്ട കാര്യമില്ല. കൊക്കക്കോള വരുമ്പോൾ ഹോസ്പിറ്റൽ വരും, അത് അവർക്കറിയാന്നേ, അവർ ചെയ്തോളൂ. അതല്ലേ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത തലമുറയുടെ ആരോഗ്യമൊക്കെ അതിൻ്റെ പിന്നിലുള്ളതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇയാൾ എല്ലാത്തിനെയും കുറ്റം പറയല്ല. നമ്മുടെ സിസ്റ്റത്തിനെ മാറ്റാൻ ആർക്കുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വശമെങ്കിലും മാറ്റാതെ നമ്മൾ ഈ പഴയ സിസ്റ്റത്തിൽ കൂടി തന്നെ ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റാണ്ട് വരും. ഇപ്പോൾ മനുഷ്യർ ട്രാപ്ഡാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഭക്ഷണം ഇങ്ങനത്തെ, അവർ കാണുന്ന പരസ്യങ്ങൾ, അതിൻ്റെ അവർ ചെല്ലുന്ന ആശുപത്രികളുടെ ഓണർഷിപ്പ് വല്ലവരുടെയും, ഇതിൻ്റെ ഇടയിൽ ആകെയുള്ള ഇൻഷുറൻസാണ്. ഇൻഷുറൻസും ഒരു പരിധി വരെ പുറത്തെ കമ്പനികൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഫ്രഷ് ഹോമിന് എന്തുകൊണ്ടാണ് ഫ്രഷ് ഹോം ഇങ്ങനെ ആയെന്നറിയോ? ഇവിടെ നല്ല ആഹാരം കഴിക്കണം, വില കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ജനത ഇവിടെ ഉണ്ടെന്ന്. അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്രഷ് ഹോം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ഹോമിനൊന്നും നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. വില മാത്രമാണ് പ്രശ്നമെന്നായിരുന്നു ഇവിടുത്തെ മുഴുവൻ ജനതയും തീരുമാനിക്കുന്നത്. ഫ്രഷ് ഹോമിൻ്റെ ഒരു ഓർഡർ പോലും ഒരു ദിവസം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതല്ല, ഞാനിവിടെ 10 രൂപ ഫ്രഷ് ഹോമിൻ്റെ വേറെ മീൻ മേടിക്കുമ്പോൾ എനിക്ക് 20 രൂപ ഫ്രഷ് ഹോമിൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും, അതല്ലെങ്കിൽ ഞാൻ 20 സ്ഥാനത്ത് 2000 കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുമെന്ന് ബോധ്യമുള്ള ജനതയുടെ എണ്ണം ദിനം പ്രതി കൂടുന്നുണ്ട്. അത് നമുക്ക് ഒരു ഫുഡ് ഇൻഡസ്ട്രിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജനത ഇവിടെ ഉണ്ടെന്ന്. അവർക്ക് നല്ലത് കൊടുത്താൽ വാങ്ങാൻ ആളുണ്ട് ഇവിടെ. നിങ്ങളുടെ വിലയ്ക്കപ്പുറത്ത് നല്ല ക്വാളിറ്റിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി.
അപ്പോൾ അത്തരം ഒരു ജനത ഉള്ളപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളെ നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നാലേ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് വരട്ടെ. കാരണം ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കൊടുക്കാൻ, സപ്ലൈ ചെയ്യാനുള്ള ഒരു ഡിമാൻഡ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇന്ത്യ എന്ന രാജ്യത്തിന്, ഇന്ത്യയുടെ മാർക്കറ്റിൽ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. അത്രയും വലിയ മാർക്കറ്റാണ്. പിന്നെ ഇന്ത്യൻ ജനതയുടെ തന്നെ പർച്ചേസിങ് പവർ തന്നെ മാറിപ്പോയി. ഭയങ്കര മാറിപ്പോയി അല്ലേ? അതെ. ഞാൻ 39 വർഷം മുമ്പ് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നെയ്മീൻ ആളാര 5% 10% ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്, ബാക്കി മുഴുവൻ എക്സ്പോർട്ട് പോകായിരുന്നു. ഇന്ന് അതേ നെയ്മീൻ 1 കിലോ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പോകുന്നില്ല. അതിലും കൂടുതൽ അതേ സാധനം നമ്മൾ വേറെ രാജ്യത്ത് ഇപ്പോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി. നമ്മുടെ ആൾക്കാരുടെ പർച്ചേസിങ് പവർ അത്രയ്ക്ക് മാറിയെന്ന്, അത്ര കൂടിയിട്ടുണ്ട്. അത്ര നല്ലൊരു മാർക്കറ്റാണ് നമ്മുടേത്. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്ത് കഴിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ എന്നവരോട് പറയാൻ നമുക്ക് പറ്റിയാൽ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. അത്തരം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ നമ്മളായിട്ട് ഉണ്ടാക്കണം. ഗവൺമെൻറ് അതിനൊക്കെ പുറകെ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് വരട്ടെ. ഉറപ്പായിട്ട്. സാറേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ 40 സിറ്റീസിലാണ് ഫ്രഷ് ടു ഹോം ഡെലിവറി ഉള്ളത് അല്ലേ? അതെ. ഇപ്പോൾ ഞാനിത് ഒരു സോഷ്യൽ രീതിയിലാണ് ആലോചിക്കുന്നത്. അതായത് എങ്ങനെ നമുക്ക് ഈ 40 സിറ്റീസിൽ ഫ്രഷ് ടു ഹോമിനെ, അല്ലെങ്കിൽ 40 സിറ്റീസിൽ നിന്ന് കൂടുതൽ സിറ്റീസിലേക്ക് എങ്ങനെ എത്തിക്കാനായിട്ട് സാധിക്കും? ഈ എക്സിസ്റ്റിംഗ് 40 സിറ്റീസിൽ എങ്ങനെ കൂടുതൽ അവയർനെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും? എങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കോളേജ് തലത്തിലും വുമൺ എംപവർമെൻ്റ് ആയിട്ടും ബിസിനസ് ഓണേഴ്സിൻ്റെ ട്രെയിനിങ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്കിതിന് ഒരു സ്റ്റെപ്പ് അഹെഡ് ഒന്ന് മാർക്കറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ പ്രോസസ്സിൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് വനിതകളുണ്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയോ ഒരു കൈൻഡ് ഓഫ് എൻ അഫിലിയേറ്റ് അവരുടെ വീട്ടിലേക്ക് വാങ്ങാം, അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേർഡ് ഓഫ് മൗത്ത് ആണല്ലോ ബേസിക്കലി ഇതിൻ്റെ മെയിൻ മാർക്കറ്റ്. അപ്പോൾ അതിൽ അവർക്കൊരു ബെനിഫിറ്റും കൂടെ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്കത് അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? നമ്മുടെ സർവീസ് ഉള്ളിടത്തും സർവീസ് ഇല്ലാത്തടത്തും നിങ്ങൾ ആരെങ്കിലും അതിനെ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡൊക്കെ സാധനമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ്, തൃപ്തി വരുവാണെങ്കിൽ നിങ്ങളവിടെ പുതിയ കസ്റ്റമറിനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുമായി നേരത്തെ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓരോ ഓർഡറിനും അവർക്കും ബെനിഫിറ്റുള്ള ഒരു സ്കീം ഞങ്ങളിലുണ്ട്. ഓക്കെ. അതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്. അതെങ്ങനെ, ഇൻഡിവിജ്വൽസ് ആണോ അതോ? ഇൻഡിവിജ്വൽസ് വേണേൽ ആകാം, അല്ലെങ്കിൽ അവരൊരു കമ്പനിക്കാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷെ അവർ ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഞങ്ങളെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഞങ്ങളെക്കുറിച്ച് അവർ ഇറങ്ങുമ്പോൾ ആദ്യമേ വരാൻ പോണ കംപ്ലയിൻറ്റ് ഇത് വില കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതല്ലാത്തൊരു കസ്റ്റമർ ബേസ് ഉള്ള സ്ഥലമാണെങ്കിൽ, അല്ല അങ്ങനത്തെ കസ്റ്റമറിന് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും വരാം. അവർക്കും പേഴ്സണലി നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. വർക്ക് ചെയ്യാൻ പറ്റും. ഓരോ ഓർഡറിനും അവർക്ക് നേട്ടം ഉണ്ടാകും. പുതിയ കസ്റ്റമർ ഓരോരുത്തരും വരുമ്പോഴും അങ്ങനത്തെ ഒരു സ്കീം ഞങ്ങളിലുണ്ട്. അങ്ങനെ സ്കീം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്ത്. ഓക്കെ. കാരണം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 1000-ഓളം വനിതകളെ AI വെച്ചിട്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും പഠിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. ഇവർ വീട്ടിലിരിക്കുകയാണ്, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു 4 ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മേ ബി അത് അവർക്കും ഒരു ചെറിയ ബെനിഫിറ്റായി മാറുമല്ലോ. ഉറപ്പായിട്ടും ആ രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് കസ്റ്റമറിനെ അക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ, ഫ്രഷ് ടു ഹോമിന് വേണ്ടി കസ്റ്റമറെ അക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് ഉള്ള മേഖലകളിലേ പറ്റുള്ളൂ. പുതിയ സർവീസ് ഉള്ള മേഖലകളാണെങ്കിൽ അവർ തന്നെ പറയുകയാണ് മിനിമം ഞങ്ങൾക്ക് ഇത്ര ഓർഡർ വേണമെന്നൊക്കെ ഞങ്ങൾക്ക് ഇതുണ്ട്. അത്രയും ഓർഡർ എല്ലാ ദിവസവും ഞാനിവിടെ തന്നോളാം, ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തുടങ്ങാമെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് ഇതും കൊടുക്കാം, കൂടാതെ ഈ ഫ്രാഞ്ചൈസിയും കൊടുക്കാം. അവിടുത്തെ അതിനകത്ത് അവർക്കൊരു നേട്ടം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടാവും. സാറ് അതിൻ്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അവരായിട്ട് സംസാരിക്കാം. ഒരു പരസ്യമായിട്ട് കൊടുക്കരുത്. ഇല്ല, പരസ്യമായിട്ടല്ല. ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആരാണോ റൈറ്റ് പേഴ്സൺ, സാറ് തന്നെ വിളിക്കണമെന്നില്ല, അല്ല ചെയ്യാം, നമുക്കിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ശരി. അപ്പോൾ എന്തായാലും വളരെ വിലപ്പെട്ട ഒരു സാറിൻ്റെ ടൈമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ്, മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ്, സോഷ്യൽ പെർസ്പെക്റ്റീവ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ സാറിൻ്റെ ഒരു മെസ്സേജും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, സാർ പറയാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജും കൂടെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ബിസിനസ്സുകാരാകണം എന്നേ പറയാനുള്ളൂ.
അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ മാർക്കറ്റിൻ്റെ വലിപ്പത്തെ നമ്മൾ അറിയണം. ഈ മാർക്കറ്റ് ഞാനും നിങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഉപയോഗിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3-4% ഉള്ളതെന്ന് എൻ്റെ ധാരണ. പക്ഷേ കൺസ്യൂമർ വെച്ച് നോക്കിയാൽ നമ്മൾ 10% കൺസ്യൂം ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ. അതായത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അങ്ങനത്തെ ഒരു സംസ്ഥാനമാകാതെ ഇത് തന്നെയാണ് രാജ്യം നോക്കുമ്പോൾ ആക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ മാർക്കറ്റുകളിൽ കയറാനും അവിടുത്തെ പൈസ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും പറ്റുന്ന കഴിവും പ്രാപ്തിയുള്ള ചെറുപ്പക്കാർ നമ്മളോട് ഉണ്ട്. ചെറുപ്പക്കാരികളുണ്ട്. അപ്പോൾ അവർ അതിനെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞാനും നിങ്ങളും അടക്കമുള്ളവരുടെ മനസ്സുകൾ മാറി അവരെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ബിസിനസ്സുകാരുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു. നമ്മളുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ശ്രീ മാത്യു ജോസഫ് സാറാണ്, ഫ്രഷ് ടു ഹോമിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കൊരുപാട് മേഖലകളിൽ നമ്മൾക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ നാട് മാറണമെങ്കിൽ നമ്മളായിട്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത്രയും റിസ്ക് ഉണ്ട്, അത്രയും ഡിഫിക്കൽട്ടി ഉണ്ട്. ഒരു കസ്റ്റമറെ സാർ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ മീൻ വാങ്ങാൻ സാധിക്കും എന്നൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിടുന്ന കഷ്ടപ്പാട്, പക്ഷെ എന്തിനു വേണ്ടിയാണ്? അവന് വേണ്ടിയാണ്. അപ്പോൾ അത്രയും റിസ്ക് കൂടിയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ഓപ്പൺ മൈൻഡഡായിട്ട് ബിസിനസ്സുകളെ വെൽക്കം ചെയ്യാനും അവരെ എക്സിസ്റ്റ് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് കാണുന്ന സംരംഭകരോട് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എവിടെ തുടങ്ങി, എവിടെ എത്തി, എങ്ങനെയാണ് ആ ഒരു ട്രാക്ക് പോയത്, സ്റ്റാർട്ടപ്പ് ട്രാക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോക്കൽ മാർക്കറ്റ് പെനിട്രേഷൻ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെ പോകണം, ഇതൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഗ്ലോബ് ഈസ് എ ഓപ്പർച്യൂണിറ്റി, ബട്ട് ഇന്ത്യ ഈസ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും നല്ല ഗസ്റ്റിനെ അദ്ദേഹത്തോട് നിങ്ങളുടെ വക ഞാൻ നന്ദി പറയുന്നു. ആ ഒരു വിലപ്പെട്ട ടൈം മാറ്റി വെച്ചതിന്. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.